Greetings in the matchless name of our Lord and Savior Jesus Christ. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. I'm really grateful to God for the opportunity extended to me to speak to you from the Word of God tonight. ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ലഭിച്ച ഈ അസുലഭ സന്ദർഭത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. And some people have requested me to share my personal testimony. I thought the initial few minutes I will use for the same. എന്റെ അനുഭവ സാക്ഷി ഇവിടെ പറയണം എന്ന് ചിലർ ആവശ്യപ്പെട്ടതുകൊണ്ട് ആദ്യം ചില നിമിഷങ്ങൾ അതിനുവേണ്ടി എടുക്കുന്നു. I was born and brought up in a Hindu family. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. My parents are from Kerala, but they went and settled in Tamil Nadu long ago. എന്റെ മാതാപിതാക്കന്മാർ കേരളത്തിൽ ജനിച്ചവരായിരുന്നെങ്കിലും അനേക വർഷങ്ങൾക്ക് മുമ്പേ തമിഴ്നാട്ടിൽ പോയി സ്ഥിരതാമസമാക്കിയവരാണ്. I was born in the town called Pondicherry, south of Madras. തമിഴ്നാടിന്റെ തെക്കുള്ള പോണ്ടിച്ചേരി എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഞാൻ ജനിച്ചത്. And my father was a very pious Hindu gentleman. എന്റെ പിതാവ് വളരെ ഭക്തനായ ഒരു ഹൈന്ദവനായിരുന്നു. And every day in our own house, before we start our duties in the morning, we go to our prayer room and worship the God, and then only we start our daily duties. ഞങ്ങളുടെ ഭവനത്തിലാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ആദ്യമേ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിച്ചിരുന്ന മുറിയിൽ പോയി അവിടെ ഇരിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിച്ച ശേഷമേ എന്തെങ്കിലും ചെയ്യാറുള്ളായിരുന്നു. Evening when my father comes back from the office, he used to take me to one or the other temple. എന്റെ പിതാവ് ജോലി കഴിഞ്ഞ് വന്നാൽ എന്നെയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും അമ്പലങ്ങൾ സന്ദർശിക്കുക പതിവായിരുന്നു. We were two children. I have only one elder sister. ഞാനും എന്റെ ഒരു മൂത്ത പെങ്ങളും മാത്രമേ ഉള്ളൂ. I was an obedient son. I used to go along with my father wherever he takes me. ഞാൻ അനുസരണമുള്ള ഒരു മകനായിരുന്നതുകൊണ്ട് എന്റെ പിതാവ് എവിടെ വിളിച്ചാലും ഞാൻ പോകുമായിരുന്നു. It was almost a daily routine to visit the temples. എല്ലാ ദിവസവും അമ്പലങ്ങളിൽ പോവുക ഞങ്ങളുടെ വീട്ടിലെ പതിവായിരുന്നു. I just used to do and imitate what my father used to do in the temples. എന്റെ പിതാവ് അമ്പലത്തിൽ ചെന്ന് എന്തൊക്കെ കാണിക്കുന്നു അതൊക്കെ ഞാനും അനുകരിക്കുമായിരുന്നു. Not that I was interested or attracted towards God or spiritual things. അവിടെ കണ്ട ദൈവങ്ങളോട് എനിക്ക് എന്തെങ്കിലും ആത്മീയമായ താല്പര്യം തോന്നിയിട്ടല്ല. But just because I obey my father, I used to do whatever he does. എന്റെ പിതാവിനെ അനുസരിക്കണമെന്ന് താല്പര്യമുള്ളത് കൊണ്ട് താൻ ചെയ്തൊക്കെ ഞാനും ചെയ്തു. In front of God, sometimes he used to stand and worship or sit and worship. ചിലപ്പോൾ എന്റെ പിതാവോട് നിന്നുകൊണ്ട് ദൈവങ്ങളെ ആരാധിക്കുമായിരുന്നു, ചിലപ്പോൾ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. I used to do exactly what he does. എന്റെ പിതാവ് നിൽക്കുമ്പോൾ ഞാനും നിൽക്കും, എന്റെ പിതാവ് ഇരിക്കുമ്പോൾ ഞാനും ഇരിക്കും. If he lies prostrate and worship, I will also lie prostrate and worship. എന്റെ പിതാവ് ആ വിഗ്രഹങ്ങളുടെ മുമ്പാകെ നെടുമ്പാട് വീണാൽ ഞാനും തന്നോട് കൂടെ നെടുമ്പാട് വീണെന്ന് ആരാധിക്കും. Sometimes in front of God, he used to sit and meditate. I also used to sit and meditate. ചിലപ്പോൾ താൻ കണ്ണുമടച്ച് അവിടെ ധ്യാന നിമഗ്നനായിട്ട് ഇരുന്നിട്ടുണ്ട്, ഞാനും അതുപോലെ ചെയ്തിട്ടുണ്ട്. What my father used to meditate, I never knew. എന്നാൽ എന്റെ പിതാവ് എന്തുവാണെന്നോ ധ്യാനിക്കണമെന്ന് ചോദിച്ചാൽ ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ. But in front of such gods, I used to meditate like this. ആ പിതാവ് ചെയ്തതുപോലെ ഞാൻ അവിടെ നിന്ന് ധ്യാനിച്ചിട്ടുണ്ട്. When I see certain gods, they are so fierce looking. നിങ്ങൾക്കറിയാമല്ലോ, ചില വിഗ്രഹങ്ങളെ നോക്കിയാൽ വളരെ ഭീതി ജനിപ്പിക്കുന്നവയാണ്. Eyes bulging out, with the tongue protruding, with a spear or a sword in one hand. ഒരു കൈയിൽ കുന്തവും പിടിച്ചുകൊണ്ട് ചൂലവും പിടിച്ചുകൊണ്ട് നാക്കും നീട്ടി കണ്ണും ഉന്തിയിരിക്കുന്ന ദൈവങ്ങളാണ് അവിടെ ഉള്ളത്. So my father used to be meditating, closing his eyes like this. ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി എന്റെ പിതാവ് കണ്ണു മടച്ചിരുന്ന് ധ്യാനിക്കും. But I used to meditate like this. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ധ്യാനിക്കാറുണ്ടായിരുന്നത്. God, do me a favor. ദൈവമേ എന്നോട് ഒരു ഉപകാരം ചെയ്യണം. Only one favor. ഒരു ഉപകാരം ചെയ്താൽ മതി. Don't come in my dreams at all. രാത്രി ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ ഈ രൂപമായിട്ട് എന്റെ സ്വപ്നങ്ങളിലേക്ക് ദയവായി കടന്നു വരിക. Because I will have a nightmare then. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ ദുഷ്പസ്വപ്നം കണ്ട് ഞാൻ അലറി വിളിക്കും. I used to say yesterday's God was all right. ഞാൻ പലപ്പോഴും പറയുന്നത് ഇന്നലെ പോയെടുത്ത ദൈവം നല്ല ദൈവമായിരുന്നു. That God was not this fierce. കാരണം ആ ദൈവത്തിന്റെ മുഖത്ത് നോക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ല. I used to think how tomorrow's God will be. അപ്പൊ ഞാൻ ഇതാണ് ധ്യാനിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നാളെ പോകുന്ന അമ്പലത്തിലെ ദൈവം എങ്ങനെയുള്ളതായിരിക്കും? Male or a female? അത് പുരുഷൻ ദൈവമാണോ സ്ത്രീ ദൈവമാണോ? 1 head or 10 heads? ഒരു തലയുള്ള ദൈവമാണോ 10 തലയുള്ള ദൈവമാണോ? 2 hands or 24 hands? 2 കൈയുള്ള ദൈവമാണോ 24 കൈയുള്ള ദൈവമാണോ? Sitting on a tiger or a rat? എലിയുടെ പുറത്തിരിക്കുന്ന ദൈവമാണോ അതോ പുറത്തിരിക്കുന്ന ദൈവമാണോ? Looking like an elephant or a monkey? അതോ ആ ദൈവത്തെ കണ്ടാൽ ആനയുടെ രൂപമായിരിക്കുമോ അതോ കുരങ്ങിന്റെ രൂപമായിരിക്കുമോ? How tomorrow's God will be? നാളത്തെ ദൈവത്തിന്റെ രൂപം എന്തായിരിക്കും? This is all what I used to meditate. ഇതാണ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കണ്ണടച്ച് ചിന്തിക്കുന്നത്. When my father gets up and walks, I also used to walk. എന്റെ പിതാവ് എന്തോ ധനിച്ചെന്നിരിക്കാൻ ഇവിടെ താനത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകും. This is all what I used to do when I went along with my father to the temple. എന്റെ പിതാവിന്റെ കൂടെ അമ്പലത്തിൽ പോയിട്ടുള്ളപ്പോഴെല്ലാം ചെയ്തിട്ടുള്ള ഇതാണ്. 1965 I joined Medical College in Pondicherry. 1965 പോണ്ടിച്ചേരിയിലെ മെഡിക്കൽ കോളേജിൽ ഞാൻ വിദ്യാർത്ഥിയായി. After completing 1 year of my studies, ഒരു വർഷത്തെ പഠനത്തിന് ശേഷം 1966 March, 1966 മാർച്ചിൽ, when I was just walking through one of the streets in my town, അവിടെയുള്ള തെരുവിലൂടെ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ one day I saw a board there in front of a house written like this: gospel meeting, all are welcome. ഒരു വീടിന്റെ പുറത്ത് ഇങ്ങനെ ഒരു നോട്ടീസ് എഴുതി വെച്ചിരുന്നു, ഇവിടെ സുവിശേഷ യോഗങ്ങൾ നടക്കുന്നു, ഏവർക്കും സ്വാഗതം. Actually I did not know what was gospel meeting. അന്ന് എനിക്ക് സുവിശേഷ യോഗം എന്നാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. I had only a vague idea about Christianity. ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് വളരെ തുലവും വളരെ ഒരു ഒട്ടും ക്ലിയർ അല്ലാത്ത ഒരു ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. And I had a habit
if there is a meeting in my town, I used to attend any meeting. എന്നാൽ എനിക്കൊരു സ്വഭാവമുണ്ട്, ആ പട്ടണത്തിലെ ആര് വെക്കുന്ന മീറ്റിംഗ് ആണെങ്കിലും എനിക്കിവിടെ കേൾക്കാം. Any type of meeting I used to go just to seek information. എങ്ങനെയുള്ള മീറ്റിംഗ് ആണെന്നുള്ള വിഷയമല്ല, കാരണം അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. The meeting was held in a house. ഈ പ്രത്യേക മീറ്റിംഗ് ഒരു വീട്ടിൽ വെച്ചാണ് നടന്നത്. As I entered the house, I saw in the central hall mats were spread. People were sitting there and singing songs. ആ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ അതിന്റെ നടുക്കുള്ള ഒരു ഹോളില് ഇങ്ങനെ നിലത്ത് പായിട്ട് ആളുകളെ പായിലിരുന്നുകൊണ്ട് പാട്ടുകൾ പാടുന്നു. Outside the hall there was a corridor in which they have put some chairs. എന്നാൽ ആ ഹോളിന് പുറത്ത് ഒരു ഇടവഴിയുണ്ട്, അവിടെ കുറെ കസേരകൾ ഇട്ടിട്ടുണ്ട്. All chairs were empty. ആ കസേരകൾ ആരും ഇരിക്കുന്നില്ല. And I just thought, anyway, I am not going to sit inside on the mat. അപ്പൊ ഞാൻ ചിന്തിച്ചതല്ല, അകത്ത് പോയി പായലിരിക്കുന്ന പരിപാടിയില്ല. I sat on the chair. ഞാനതുകൊണ്ട് ആ ചെയറിലിരുന്നു. But I had a fear in my mind. എന്നാൽ എന്റെ ഉള്ളിലൊരു പേടി ഉണ്ടായി. Nobody is sitting in the chair. ആരും ഈ കസേരകളിൽ ഇരിക്കുന്നില്ലല്ലോ. Probably these are put for some VIPs. ഇത് ഒരു വേള ഇവരെ ഇന്ന് രാത്രി വളരെ പ്രധാനപ്പെട്ട ആളുകളെ അതിഥികളായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം, അവർക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന കസേരയായിരിക്കാം. So I do not know whether somebody will ask me to get out from the chair. അതുകൊണ്ട് അവർ വരുമ്പോൾ നീ എഴുന്നേറ്റ് പോടാന്ന് ആരെങ്കിലും പറയുമോ എന്നുള്ള പേടിയുണ്ട്. But when I looked at the people, എന്നാൽ ഞാൻ അവിടെ ഇരുന്ന ആളുകളെ ശ്രദ്ധിച്ചപ്പോൾ I was a little happy. എനിക്ക് വളരെ സന്തോഷം. Most of them were very poor people. കാരണം അവിടെ ഇരുന്നവരെല്ലാം വളരെ സാധുക്കളായ Most of ആളുകൾ. them did not seem to be very well off, did not have good jobs. അവരാരും ധനികരോ ഉന്നതന്മാരോ ആയ ആളുകളാണെന്ന് So തോന്നിയില്ല. I thought I was much better than these people. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചോ ഇവരെക്കാളൊക്കെ എത്ര നല്ലതാണ് So I thought, let those poor fellows sit there on the mat. അവിടെ ഞാൻ വിചാരിച്ചു സാധുക്കളൊക്കെ തറയിൽ പായൽ നിന്ന് ആരാധിക്കട്ടെ. And I was the only fellow wearing pants on that night. ആ യോഗത്തിൽ നോക്കിയപ്പോൾ അന്ന് രാത്രി പാൻസ് ഇട്ടുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. So I thought I will sit in the chair. അതുകൊണ്ട് ഞാൻ പാൻസ് ഇട്ടുകൊണ്ട് ഞാൻ നിലത്തിരിക്കുന്നില്ല, ഞാൻ കസേരയിരിക്കാൻ I sat in the chair, crossed my legs, put my hand on the other chair and sat majestically to see what these poor people are doing there. ഞാൻ ആ കസേര ഇരുന്നുകൊണ്ട് കാലെടുത്ത് വെച്ച് അടുത്ത കസേരയിൽ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ വളരെ സുമുഖനായി അവിടെ ഇരുന്നു. It was at that time the leader of the meeting came. അപ്പോഴാണ് ആ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ നേതാവ് ഇവിടെ കടന്നു വന്നത്. He just took his watch and said, we have 5 more minutes to start the meeting. People are now only coming, so for the blessing of the meeting we'll all pray, he said. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം, മീറ്റിംഗ് തുടങ്ങാൻ ഇനിയും 5 മിനിറ്റ് കൂടെ ഉണ്ട്, ഇനിയും ആളുകൾ വരാനുണ്ട്, അതുകൊണ്ട് നമുക്ക് അത്രയും സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. When he said, let us pray, everybody stopped singing. They went on their knees, closed their eyes and started saying, praise the Lord, hallelujah, etc. ഞാൻ താഴെ പറഞ്ഞു തീരാത്ത താമസം എല്ലാവരും പെട്ടെന്ന് മുട്ടുന്നതിൽ നിന്നുകൊണ്ട് പാട്ട് നിർത്തിയിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. I never heard praise the Lord and hallelujah before. അന്നാണ് ആദ്യമായിട്ട് പ്രൈസ് ദി ലോർഡ് എന്നും ഹല്ലേലൂയ എന്നുള്ള വാക്കുകൾ It കേൾക്കുന്നത്. was all looking very funny to me. എനിക്ക് വളരെ രസകരമായി തോന്നി. One fellow said, let us pray. ഒരുവൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. And what are these people chanting mantrams like this? അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെല്ലാം എന്താ ഈ മന്ത്രം ജപിക്കുന്ന പോലെ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നത് Which എന്തിനാണ്? God these people are worshipping? ഇവർ സേവിക്കുന്ന ദൈവം ഏതാണ്? As these people are closing their eyes and worshipping, I opened my eyes and looked which God was there. ഇവരെല്ലാം ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് അവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണ് തുറന്ന് അവിടെ എല്ലാം പരതി ഇവരുടെ ദൈവത്തിന്റെ രൂപം എന്താണെന്ന് To കാണുന്നു. my surprise, not a single God was there. എന്നാൽ എനിക്ക് അത്ഭുതം തോന്നി, അവിടെ ഒരു ദൈവത്തെയും കണ്ടില്ല. No male, no female gods, nobody was there. ആൺ ദൈവമില്ല, പെൺ ദൈവമില്ല. That made it more interesting. അതെനിക്ക് ഒന്നുകൂടെ രസകരമായി തോന്നി. Which God these people are worshipping? എങ്ങനെയുള്ള ദൈവത്തെയാണ് ഇവർ What ആരാധിക്കുന്നത്? is this prayer? ഇവരുടെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? As I was singing like that, ഞാനങ്ങനെ these ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ people would have prayed only a few minutes. ചുരുക്കം ചില നിമിഷങ്ങളെ അവർ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. I felt the whole atmosphere of the room changing. ആ ഹോളിനുള്ളിലെ അന്തരീക്ഷം മാറുന്നതായി എനിക്ക് I അനുഭവപ്പെട്ടു. felt something strange presence around me. ഏതോ ഒരു വലിയ സാന്നിധ്യം അവിടെ നിറയുന്നതായി എനിക്ക് That തോന്നി. made me actually nervous there. അപ്പോൾ എനിക്ക് വളരെ ഒരു സങ്കോചം I ഉണ്ടായി. did not know what it was there. എന്തിന്റെ സാന്നിധ്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But today I know when people worship God in truth and spirit, God according to His promise comes in their midst. എന്നാൽ ഇന്ന് എനിക്കറിയാം ദൈവത്തിന്റെ വചന പ്രകാരം ദൈവം തന്നെയുള്ള വാഗ്ദത്തം അനുസരിച്ച് 2-3 പേര് അവിടെ കൂടിയാൽ അവിടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ God's presence സാന്നിധ്യമായിരുന്നു. was filling up that hall. ആ ഹോളിനുള്ളിൽ ദൈവ സാന്നിധ്യം I നിറയുകയായിരുന്നു. did not know all these things. അന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. I thought I have come to a wrong place. ഞാൻ വിചാരിച്ചു ഞാൻ ഒരു സാധാരണ സ്ഥലത്തേക്ക് വന്നതേ ഉള്ളൂ. I come to a wrong place. ഞാൻ തെറ്റായ സ്ഥലത്തേക്കാണ് വന്നത്. I thought I will walk away from here. ഞാൻ ഇവിടുന്ന് മാറിപ്പൊക്കളയാമെന്ന് But the ചിന്തിച്ചു. presence was so intense that I was afraid to walk out. എന്നാൽ അവിടെ നിറഞ്ഞിരുന്ന ആ സാന്നിധ്യം എന്നെയും പിടിച്ചു. എനിക്ക് അവിടെ എഴുന്നേറ്റ് പോകാൻ പ്രയാസം തോന്നി. You know, when I used to go to temples, my father used to exhort me like this. ഞാൻ അങ്ങനെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എന്റെ പിതാവ് ഇങ്ങനെ എപ്പോഴും എന്നെ ഉപദേശിക്കുമായിരുന്നു. In front of God, behave yourself. എപ്പോഴും പറയായിരുന്നു, കുഞ്ഞെ ദൈവങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നീ നന്നായി പെരുമാറണം. If you don't behave yourself, night God will come and pluck your eyes out. നീ അവിടെ നിന്നുകൊണ്ട് കുസൃതി കാണിച്ച രാത്രി നീ ഉറങ്ങി കിടക്കുമ്പോൾ ഈ ദൈവം വന്ന് നിന്റെ കണ്ണ് വീണ്ടുകൊണ്ട് പോകുന്നു പറയാൻ ഇറക്കിക്കൊണ്ടുപോകുന്നു പറയാൻ. And you see some gods, they are well equipped not only to pluck your eyes out, but to pluck your brains also out if they have a chance. എന്നാൽ ആ ദൈവങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ നോക്കിയാൽ കണ്ണ് ചുവന്നെടുക്കാൻ മാത്രമല്ല തലച്ചോറ് വരച്ചെടുത്തുകൊണ്ട് വരാനുള്ള പറ്റിയ കാര്യങ്ങൾ അവരുടെ കൈയുണ്ട്. So I was really afraid to walk out also. അതുകൊണ്ട് അന്ന് പേടിച്ചാണ് ദൈവങ്ങളുടെ മുമ്പിൽ ഇരുന്നത്. Which God is around me? എന്നാൽ എങ്ങനെയോ ദൈവമാണ് ഇപ്പോഴും What is this presence around me? എന്റെ ചുറ്റും വ്യാപരിച്ചിരിക്കുന്ന സാന്നിധ്യം എന്താ? I cannot sit there.
അവിടെ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. I cannot walk out. എനിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോൻ Then I കഴിയുന്നില്ല. thought the best thing is they are going to pray only for 5 minutes. അപ്പൊ ഞാൻ ഇങ്ങനെ ആശ്വസിച്ചു, ആ കൂടിയിൽ 5 മിനിറ്റ് പ്രാർത്ഥിച്ചതുള്ളായിരിക്കും. And I will also pretend to pray. ആ 5 മിനിറ്റ് ഞാനും പ്രാർത്ഥിക്കുന്ന പോലെ ഇവിടെ ഇരുന്നേക്കാം. Whichever God is there, let it be happy. ഏത് ദൈവമാണെങ്കിലും ആ ദൈവത്തിന് So I സന്തോഷമായിക്കോട്ടെ. also closed my eyes, bowed down my head and pretended to pray. ഞാനും എന്റെ കണ്ണടച്ചു, തല കുനിച്ചു. അവരൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ ഞാനും പ്രാർത്ഥിക്കാനെന്ന് അടിച്ചു. On and off I was looking at my watch. എന്നാൽ അതിനിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണുറന്ന് വാച്ച് നോക്കും. 5 minutes, 6 minutes, 7 minutes, 10 minutes passed. 5 മിനിറ്റ്, 6 മിനിറ്റ്, 10 മിനിറ്റ് കഴിഞ്ഞു. These people did not stop praying. ഈ ആളുകൾ പ്രാർത്ഥന നിർത്തുന്നില്ല. Then I thought, let me finish this thing. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഈ പ്രാർത്ഥന തീരുന്നവരെ ഏതായാലും ഇരിക്കാം. No, let me finish. I will walk away, I said. ഞാൻ വിചാരിച്ചു ഇനിയും ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, ഞാൻ എഴുന്നേറ്റ് പോവുകയാണ്. I wanted to have a last look at these people. അവസാനം കണ്ണു തുറന്ന് ഒന്നുകൂടി ഇവരെല്ലാം I നോക്കാൻ looked at those people's face once again. ഞാൻ ആളുകളുടെ മുഖത്തേക്ക് നോക്കി. They were all closing their eyes and praising God. അവരെല്ലാവരും കണ്ണടച്ച് ദൈവത്തെ But this ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. time when I looked at their face, എന്നാൽ ഞാൻ അവരുടെ മുഖത്ത് നോക്കിയപ്പോൾ same old faces which I saw, but with a difference, there was a radiance in their face. ആ സാധാരണക്കാരായ ആളുകളുടെ മുഖത്ത് അവരുടെ മുഖത്തിന്റെ ആകൃതിക്ക് വ്യത്യാസമൊന്നുമില്ലെങ്കിൽ അവരുടെ മുഖത്ത് വലിയൊരു ദൈവ തേജസ് വരുന്നതായി എനിക്ക് കണ്ടു. Lot of questions came to my heart. പെട്ടെന്ന് എന്റെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു. Which God is there in their midst? ഏതാണ് ഇവരുടെ ദൈവം? Which God has come in and responds to their prayer? എങ്ങനെയുള്ള ദൈവമാണ് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വന്ന് തന്റെ സാന്നിധ്യബോധം കൊണ്ട് ഇവരെ Which പരിപോഷിപ്പിക്കുന്നത്? God is making these poor people happy? എങ്ങനെയുള്ള ദൈവമാണ് ഈ സാധാരണക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് ഇറങ്ങി വരുന്നത്? As I was sitting with question after question in my mind, എന്റെ മനസ്സിലൂടെ ഇങ്ങനെ ചോദ്യങ്ങൾ തിരമാല പോലെ പോകുമ്പോൾ suddenly like a thunderbolt, a voice struck my heart. പെട്ടെന്ന് ഒരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം എന്റെ മനസ്സിലേക്ക് വന്നു. My son, you thought you were better than these people. എന്നോട് ഇങ്ങനെ പറഞ്ഞു, മകനെ നീ ഇവരെക്കാളൊക്കെ നല്ലവരാണെന്ന് ചിന്തിച്ചില്ലേ? Oh, that made me very nervous then. പെട്ടെന്ന് എനിക്ക് വളരെ ഭയം തോന്നി. Who was talking? ആരാണ് എന്നോട് Only സംസാരിച്ചത്? a few minutes ago I had the same thought in my mind. ചില നിമിഷങ്ങൾക്ക് മുമ്പാണ് അതേ ശബ്ദം എന്റെ മനസ്സിന്റെ. I did not speak it out, I thought it in my heart. ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചതേ ആരോട് പറഞ്ഞില്ല. But God was bringing out the thought in the open. പക്ഷേ എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്ത ദൈവം പുറത്തു കൊണ്ടുവന്നു. You may be better than them in many ways, but in front of their peace and happiness you are confused. ആ ശബ്ദം എന്നോട് പറഞ്ഞു, ഇവരെക്കാൾ മറ്റു പല രീതിയിലും നല്ലവനായിരിക്കാം, ഉയർന്ന അവസ്ഥയിലായിരിക്കാം, എന്നാൽ ഇവരനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നിനക്കുണ്ടോ? The more the word sounded, the more I felt nervous. കൂടുതൽ ശബ്ദം എന്റെ ഉള്ളിൽ വിടരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഭയം കൂടി. I had never experienced anything like that. അങ്ങനെയുള്ള അനുഭവം അതിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. Which God is speaking to me, I do not know. ഏത് ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് But അറിഞ്ഞില്ല. suddenly God spoke once more, and that changed my life altogether. ഒരു പ്രാവശ്യമേ ആ ദൈവം എന്നോട് സംസാരിച്ചു, അതെന്നെ എന്നേക്കുമായി These രൂപാന്തരപ്പെടുത്തി. people are happy because they are my people. ആ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവർ ഇന്ന് സന്തോഷിക്കുന്ന രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ അവർ എന്റെ ജനമാണ് എന്നുള്ളത് കൊണ്ടാണ്. And I heard the last voice, it looked as if everything, every fear of my heart melted away. ആ ശബ്ദം എന്റെ ഉള്ളിലേക്ക് വീണപ്പോൾ എന്റെ ഉള്ളിലുള്ള ഭയമെല്ലാം അലിഞ്ഞു മാറുന്നത് എനിക്ക് തോന്നി. Suddenly a peace came upon my heart. ഒരു സമാധാനം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. I did not want to go away. അവിടുന്ന് പോകാൻ എനിക്ക് തോന്നിയില്ല. I know there is a God there. കാരണം ദൈവം ഇവിടെ ഉണ്ട്. There is a living God there. യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവം. There is a God who loves his people. തന്റെ ജനത്തെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്ന്. There is a God who knows the inner thoughts of my heart. എന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളെ പോലെ വിവേചിക്കാൻ കഴിയുന്ന I only ദൈവമുണ്ടെന്ന് prayed like this. ഞാൻ എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, God, if you are the God who gives so much happiness to these poor people, ദൈവമേ ഈ സാധാരണക്കാരെ ആൾക്ക് ഇത്രമാത്രം സന്തോഷം പകർന്നു കൊടുത്ത ദൈവം നീയാണെങ്കിൽ, and if you give the same peace and happiness to me, അതേ സന്തോഷവും സമാധാനവും എനിക്ക് നീ തന്നാൽ I will be your disciple. ഞാനും നിന്റെ ശിഷ്യനാകാം. I was sitting there on the stool for more than an hour. ഞാൻ 1 മണിക്കൂർ സമയം ആ കസേരയിൽ അങ്ങനെ I ഇരിക്കുന്നു. did not know who prayed, what all messages past life. കാരണം എന്റെ പഴയ ജീവിതം എന്റെ കണ്ണിന് മുമ്പാകെ ഇങ്ങനെ വിടരുകയാണ്. Oh, how many gods I have worshipped. എത്രയോ ദൈവങ്ങളെ Male and ആരാധിക്കാൻ. female, fierce and sober gods I have worshipped. പ്രീതിപ്പെടുന്ന ദൈവങ്ങളെ, സമാധാനക്കാരായ ദൈവങ്ങളെ, ആൺ ദൈവങ്ങളെ, പെൺ ദൈവങ്ങളെ എല്ലാം ആരാധിച്ചവനാണ്. Sitting, standing, lying, knocking my head, showing all acrobatics I have worshipped before this ഇരിക്കുന്ന God. ദൈവത്തെ, നിൽക്കുന്ന ദൈവത്തെ, കിടക്കുന്ന ദൈവത്തെ എല്ലാം ആരാധിച്ചിട്ടുള്ളവനാണ് But ഞാൻ. nothing has happened in my life like എന്നാൽ that. ഈ ദൈവങ്ങൾ ഒന്നും എനിക്ക് പോലെ ഒരു Here I did not come in search of a God. ഇവിടെ ഞാൻ ദൈവത്തെ തേടി വന്നതല്ല. But I know there is a living God here. എല്ലാ ജീവനുള്ള ദൈവം ഇവിടെ ഉണ്ടെന്ന് The എനിക്കറിയാം. meeting was over after 9 o'clock. ആ മീറ്റിംഗ് 9 മണിയായപ്പോൾ തീർന്നു. People were just dispersing away. ആളുകളെല്ലാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. Some people smiled at me, asked my name and walked away. ആ ചിലർ വന്ന് ചിരിച്ചു, നിന്റെ കുഞ്ഞിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് പോയി. And I looked around, I saw that all the chairs were filled. I did not know when all these people came. എന്നാൽ ഞാൻ കണ്ണൂർ നോക്കിയപ്പോഴാണ് എന്റെ ചുറ്റുപാടും കിടന്ന് ഒഴിഞ്ഞ കസേരകളെല്ലാം നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. But I knew one thing. എന്നാൽ ഒരു കാര്യം I എനിക്കറിയാം, was sitting in the presence of God. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലാണെന്ന്. When most of the people have gone away, ആ മിക്കവാറും ആളുകളെല്ലാം പോയി the കഴിഞ്ഞപ്പോൾ pastor of the church who was leading the meeting came to me. ആ സഭയുടെ ഭാഷണരിയിലേക്ക് കടന്നു വന്നു. He just asked me where I am studying, which house I am coming from. എന്നോട് ചോദിച്ചു, എവിടെയാണ് പഠിക്കുന്നത്, ഏത് വീട്ടിൽപ്പെട്ട കുഞ്ഞാണെന്നൊക്കെ ചോദിച്ചു. I said, sir, I want to speak to you something. ഞാൻ പറഞ്ഞു, ഭാഷണരെ എനിക്ക് അല്പസമയം സംസാരിക്കണം. He took me to a side,
where I narrated my experience. ഞാൻ ഒരു മൂലയിലേക്ക് ഞങ്ങൾ മാറി നിന്നിട്ട് ഞാൻ രാത്രി അനുഭവം ഞാൻ There അദ്ദേഹത്തോട് were പറഞ്ഞു. 2 or 3 more believers there. 2-3 വിശ്വാസികൾ അത് കേട്ടുകൊണ്ട് അവിടെ They all shared their experience with me. അപ്പോൾ അവരെല്ലാം അവരുടെ അനുഭവങ്ങളോട് പറയാൻ They all said, we are praying to Jesus Christ. അവരെല്ലാം പറഞ്ഞു ഞങ്ങളെല്ലാം യേശു ക്രിസ്തുവിനോടാണ് How പ്രാർത്ഥിക്കുന്നത്. Jesus Christ changed their life. യേശു ക്രിസ്തു എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ And I knew one എന്ന് പറഞ്ഞു. thing. That night Jesus Christ was talking to me. അന്ന് എനിക്ക് മനസ്സിലായി അന്ന് രാത്രി എന്നോട് സംസാരിച്ചത് യേശുവാണ്. I went as a spectator to that meeting. ഞാനൊരു കാഴ്ചക്കാരനായ മീറ്റിംഗിലേക്ക് കടന്നുപോയി. I came back receiving Jesus Christ in my എന്നാൽ life. യേശുവിനെ അകത്ത് പ്രാപിച്ചവനായിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. This happened in 1966. 1966 ഈ സംഭവം. It was after this I got all my medical degree. അതിനുശേഷമാണ് ഞാൻ മെഡിക്കൽ സ്കൂളൊക്കെ പോയി പഠിച്ച I ഡോക്ടറായത്. started my Christian life in that 0 level. ആ കാലങ്ങളിലാണ് ഞാൻ ക്രിസ്ത്യ ജീവിതം ആദ്യമായി ആരംഭിച്ചത്. Initially my father did not take very much notice when I was going to these churches on Sunday morning. ഞായറാഴ്ച രാവിലെ ഞാൻ ചർച്ചുകളിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ആദ്യം ഒന്നും എന്റെ പിതാവ് അങ്ങനെ ശ്രദ്ധിക്കാറുന്നില്ല. I told my father I cannot come to the temples because I have a lot to study, and he accepted that also. കാരണം ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു എക്സ്ക്യൂസ് എനിക്ക് ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് ഇനി അമ്പലത്തിൽ വരാനൊക്കത്തില്ലെന്നായിരുന്നു. But after some time my father knew that I was getting more and more involved in the Christian activities. എന്നാൽ ചില നാൾ കഴിഞ്ഞപ്പോൾ എന്റെ പിതാവിന് മനസ്സിലായി ഞാൻ ക്രൈസ്തവ മാർഗത്തിലെ വിവിധ കാര്യങ്ങൾ കൂടുതൽ താല്പര്യമായിക്കൊണ്ടിരിക്കുകയാണ്. One day he asked me, what are you doing like? Why are you doing like this? ഒരിക്കൽ പിതാവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് മോനെ നീ ചെയ്യുന്നത്. And I told my experience. ഞാനപ്പോൾ എന്റെ അനുഭവം തന്നോട് പറഞ്ഞു. He was not prepared to accept. തനിക്കത് സ്വീകരിക്കാമെന്ന് മനസ്സിലായിരുന്നു. He stopped talking to me. എന്നോട് സംസാരിക്കുന്നത് നിർത്തി. Unless you stop this habit, I will not speak to you, he said. നീ ഈ പതിവ് നിർത്തിയില്ലെങ്കിൽ ഇനിമേൽ എന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. 3 years in the same house we lived, my father did not talk to me. അടുത്ത 3 വർഷം ഞാനും എന്റെ പിതാവ് ഒരു ഭവനത്തിലാണ് താമസിച്ചത്. 3 വർഷക്കാലം എന്റെ പിതാവ് എന്നോട് മിണ്ടിയിട്ടില്ല. Whenever he sees me, he will turn his face away and go. എന്നെ കാണുമ്പോഴെല്ലാം മുഖം മറച്ചുകൊണ്ട് തന്നെ നടന്നു പോകും. I did not face too much persecution. ഒരുപാട് കഷ്ടം ഞാൻ അനുഭവിച്ചു എനിക്ക് പറയാൻ കഴിയത്തില്ല. But my father not talking to me was a painful thing to me. എന്നാൽ എന്റെ പിതാവിനോട് സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രയാസമുള്ള സംഗതിയായിരുന്നു. Meanwhile, my sister and my mother also used to listen to the pastor when he comes home. ഈ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഭവന സന്ദർശനം വീട്ടിൽ വരും. അപ്പോൾ എന്റെ മാതാവും എന്റെ പെങ്ങളും താൻ പറയുന്നതൊക്കെ They ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. also accepted Jesus Christ. അവസാനം അവരും കർത്താവിനെ സ്വീകരിച്ചു. It was at that time my father decided to get my sister married. ആ സമയത്താണ് എന്റെ പിതാവ് തീരുമാനിച്ചത് എന്റെ പെങ്ങളെ വിവാഹം കഴിപ്പിച്ചയക്കുവാൻ. She was married to a doctor താൻ ഒരു ഡോക്ടറെ വിവാഹം in a കഴിച്ചത്. Hindu fashion. അത് ഹൈന്ദവ രീതിയിലുള്ള കല്യാണമായിരുന്നു. 10 days after their marriage, 10 ദിവസം കഴിഞ്ഞപ്പോൾ I came to know one thing, that my brother-in-law was a secret Christian. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലായത് എന്റെ പെങ്ങളെ വിവാഹം കഴിച്ച ആ ഹൈന്ദവ ഡോക്ടറും ഒരു രഹസ്യ ക്രിസ്ത്യാനിയായിരുന്നു. Within 1 month they both were baptized. ഒരു മാസത്തിനകം അവർ രണ്ടുപേരും ഒന്നിച്ച് സ്നാനം വെച്ചു. That was a great shock to my father. എന്റെ പിതാവിന് അത് വലിയൊരു ഷോക്കായി പോയി. Within months my mother also was baptized. ചില മാസങ്ങൾക്ക് എന്റെ മാതാവ് സ്നാനം വെച്ചു. And that is how God started working in my family. അങ്ങനെയാണ് ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. With relation to my sister's marriage, my father began to talk to me again. എന്റെ പെങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് എന്റെ പിതാവ് പിന്നെയും എന്നോട് സംസാരിക്കാൻ Because ആരംഭിച്ചു. all these 3 years he noticed a great change in my life. കാരണം എന്റെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ താൻ ദർശിക്കുന്നുണ്ടായിരുന്നു. A change for the better. ഞാൻ കൂടുതൽ നല്ലവനായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് So കാണാമായിരുന്നു. even though he did not accept Christ, he accepted my way of life. എന്നാൽ യേശുവിനെ അതുകൊണ്ട് താൻ അംഗീകരിച്ചില്ലെങ്കിലും എന്റെ ജീവിത രീതിയെ താൻ അംഗീകരിച്ചു. So many times people came and complained to my father that I am preaching in the open air. പലപ്പോഴും ആളുകൾ വന്ന് ഇങ്ങനെ എന്റെ പിതാവിനോട് കുറ്റം പറയുമായിരുന്നു, നിങ്ങളുടെ മകൻ ചന്തയെന്ന് പ്രസംഗിക്കുന്നുവെന്ന്. And I heard my father asking them, did he do any harm to you? അപ്പോൾ എന്റെ പിതാവ് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തോ? So that is how my God was giving grace in the eyes of my father. കാരണം എന്റെ പിതാവിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. Till today he is not converted. എന്നാ ഞാൻ പറയട്ടെ, ഇന്നുവരെയും താനൊരു He ക്രിസ്ത്യാനിയായിട്ട് says he prays to Jesus, but I am not sure he is converted. താൻ രഹസ്യമായിട്ട് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, താൻ അവകാശപ്പെടുന്നു, എന്നാൽ താൻ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But I hope one day he will do that. ഒരിക്കൽ താൻ ചെയ്യുമെന്ന് ഞാൻ I got my degrees after this experience. ഈ അനുഭവത്തിന് ശേഷമാണ് ഞാൻ എന്റെ ഡിഗ്രികൾ എടുത്തത്. I decided to serve my Lord all throughout my life. എന്റെ ജീവിതകാലം മുഴുവൻ യേശുവിനെ സേവിക്കും എന്ന് ഞാൻ തീരുമാനിച്ചു. After finishing my postgraduate studies, I devoted all weekends for gospel ministry. എന്റെ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദത്തിന് ശേഷമായിട്ട് ഒഴിവ് സമയങ്ങൾ മുഴുവൻ സുവിശേഷങ്ങളിലേക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. I had to come to Trivandrum in 1977 for joining Sri Chitra Medical Center as a cardiology lecturer. 1977 തിരുവനന്തപുരത്തുള്ള ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിൽ ഒരു ഹൃദ്രോഗത്തിന്റെ വിഭാഗത്തിൽ ഒരു ലെക്ചറായിട്ട് ഞാൻ അവിടെ കടന്നു. That is how I came to Kerala. അങ്ങനെയാണ് ഞാൻ കേരളത്തിൽ വരുവാനിടയായത്. But then when I knew that in the central government job I cannot keep to my commitment, I resigned that job. എന്നാൽ അവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗവൺമെന്റ് ജോലി ഇരുന്നുകൊണ്ട് എന്റെ സുവിശേഷം തുടരാൻ ഒക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ ജോലി I രാജിവെച്ചു. joined a mission hospital in Koilon. അതിനുശേഷം ഞാൻ കൊല്ലത്തുള്ള ഒരു മിഷൻ ഹോസ്പിറ്റലിലേക്ക് On പോയി. one condition. ഒരു കണ്ടീഷൻ I will work only 5 days in a week. ഞാൻ ഒരാഴ്ചയിൽ 5 ദിവസമേ ജോലി ചെയ്യുള്ളൂ. The director was very surprised.
അത് കേട്ടപ്പോൾ അവിടുത്തെ മെഡിക്കൽ ഡയറക്ടർക്ക് വളരെ അത്ഭുതം തോന്നി. Then he said, who will look after your patients on the 2 days? അത് കഴിഞ്ഞുള്ള 2 ദിവസം ആരാണ് നിങ്ങളുടെ രോഗികളെ നോക്കുക? I said, that's not my concern. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ വിഷയമല്ല. If you are interested to appoint me on this condition, appoint me. ഈ ഒരു വ്യവസ്ഥയിൽ നിങ്ങൾ എടുക്കുന്നെങ്കിൽ എടുത്തുകൊള്ളുക. And even though they were very suspicious of me because they were in desperate need of a doctor, they appointed me. അവർക്ക് വലിയ താല്പര്യം ഉണ്ടായെന്ന് പറയാൻ ഒക്കത്തില്ല. അവർക്ക് സംശയങ്ങൾ തോന്നിക്കാണാം. എന്നാലും അന്ന് അവർക്ക് അത്യാവശ്യമായ ഒരു ഡോക്ടർ വേണമായിരുന്നു. കൊണ്ട് തന്നെ എടുത്തു. This was in 1978. അത് 1978 In 1989, when I resigned the job from Koilon, 1989 ഞാൻ കൊല്ലത്തെ ജോലി രാജിവെച്ചപ്പോൾ same director was there. അന്നത്തെ മെഡിക്കൽ ഡയറക്ടറിനെ അവിടെ ഉണ്ടായിരുന്നു. You know what he told me? എന്താണ് താൻ എന്നോട് പറഞ്ഞത് അറിയാമോ? You work only 1 day in my hospital. നിങ്ങൾ വാസ്തവം പറഞ്ഞാൽ ഒരു ദിവസമേ ഞങ്ങളുടെ വാക്കുകളിൽ ജോലി ചെയ്യുന്നുള്ളൂ. I will give you the full pay, he said. നീ തുടർന്നുള്ള അവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു, നീ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്ന് ജോലി ചെയ്യാമെന്ന് സമ്മതിക്കാമെങ്കിൽ മുഴുവൻ ശമ്പളം നിങ്ങൾക്ക് തരാം. It was not because of any of my capabilities. എന്റെ കഴിവിന്റെ കൂടുതൽ കൊണ്ടല്ല. When I gave my time to God, എന്റെ സമയം ഞാൻ ദൈവത്തിന് കൊടുത്തപ്പോൾ God blessed that time. ദൈവം ആ സമയത്തെ God അനുഗ്രഹിച്ചു. blessed the hospital. ദൈവം ആശുപത്രിയെ They അനുഗ്രഹിച്ചു. knew that even if I work 1 day, it will be a blessing to their hospital. അവർക്ക് മനസ്സിലായി, ഞാൻ ഒരു ദിവസം അവിടെ ജോലി ചെയ്താൽ മതി, ദൈവം ആശുപത്രി That is how അനുഗ്രഹിച്ചു. God blessed me there. അങ്ങനെയാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചത്. In all these 12 years, the hospital improved one day. കഴിഞ്ഞ 12 വർഷക്കാലം കൊണ്ട് ആ ആശുപത്രി വളരെ വളരുവാൻ തക്കനോടെയായി. In the initial days of my ministry, I was not intending to become a preacher. എന്റെ സുവിശേഷങ്ങളുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഒരു സുവിശേഷ പ്രസംഗിയായി തീരണമെന്ന് എനിക്ക് I wanted താല്പര്യമായിരുന്നു. to become involved in a mission. ഏതെങ്കിലും ഒരു മിഷൻ പ്രവർത്തനത്തിൽ പങ്കുചേരണമെന്നായിരുന്നു But താല്പര്യം. when I was a member of the Koilon Assemblies of God Church, എന്നാൽ കൊല്ലത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അംഗമായിരിക്കുമ്പോൾ the pastor who was there, the late pastor P.D. Thomas, only made me a preacher. അവിടെ അന്ന് ഭാഷകായിരുന്ന ഭാഷ പി ഡി തോമസ് ആണ് എന്നെ സുവിശേഷ പ്രസംഗിയാക്കി He രൂപാന്തരപ്പെടുത്തിയെടുത്തത്. encouraged me to preach. താനാണ് എന്നെ പ്രസംഗിക്കാൻ He ഉത്സാഹിപ്പിച്ചത്. used to take me to open air meetings. താൻ എന്നെയും കൊണ്ട് പരസ്യോധന പോകുമായിരുന്നു. I think I have talked from all the corners of Koilon and its suburbs during the first 2 years of my stay. എന്റെ ആദ്യത്തെ 2 വർഷം കൊല്ലത്ത് താമസിച്ച 2 വർഷത്തിനുള്ളിൽ കൊല്ലത്തെ സകല മുക്ക് മൂലയിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ I ചിന്തിക്കുന്നു. was getting more and more involved in the ministry. കാരണം കൂടുതൽ ഞാൻ സുവിശേഷ മേഖലയിൽ വ്യാപൃതനായി. In 1974, I was married, 1974 ഞാൻ വിവാഹിതനായി. and my wife could not tolerate sort of my too much Christian activity. എന്റെ ഭാര്യയ്ക്ക് ഞാനിങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൂടുതൽ സമയങ്ങൾ ചെലവിടുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. She was also a convert girl. താനും ഹിന്ദുമതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്തെന്ന She വ്യക്തിയായിരുന്നു. was a very good housewife, താൻ വളരെ നല്ലൊരു ഭാര്യയായിരുന്നു. but she was mentally sort of weak. എന്നാൽ മാനസികമായിട്ട് അത്ര ബലമുള്ളവളായിരുന്നു പറയാൻ When കഴിയില്ല. I used to go long trips, ഞാൻ വളരെ ദൂരെ പോയി സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പോകുമ്പോൾ she used to feel very lonely. താനിക്ക് ഒരു ഏകാന്തതാ ബോധം എന്റെ ഭാര്യയെ She ഭരിക്കുമായിരുന്നു. used to take some sort of tablets sometimes. അതിന് ഫലമായിട്ട് താൻ അതിനുവേണ്ടി ഗുളികകളൊക്കെ കഴിക്കാൻ തുടങ്ങി. Sometimes she used to take excessive also. ചിലപ്പോൾ ആവശ്യത്തിലധികം ഗുളികകൾ In കഴിക്കുമായിരുന്നു. 1984, an incident like that happened. 1984 അങ്ങനെ ഒരു സംഭവം She ഉണ്ടായി. was taken to the hospital. അങ്ങനെ ആദ്യമായിട്ട് ഗുളികകൾ കഴിച്ചതിന് ഫലമായിട്ട് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. There with the treatment, she could not recover. She died. എന്നാൽ അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചെങ്കിലും തനിക്ക് ബോധം മടക്കി കിട്ടിയില്ല. താൻ അവിടെ മരിച്ചുപോയി. I became a question mark in the minds of all the people there. അവിടെയുള്ള ആളുകളെല്ലാം മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി തീർന്നു. I know one thing. ഒരു കാര്യം എനിക്കറിയാം. In my days of beginning of my ministry, എന്റെ സുവിശേഷ വേലയുടെ ആരംഭ ദിവസങ്ങളിൽ Satan tried to pull me back. സാത്താൻ എന്നെ പുറകോട്ട് വലിക്കാൻ വളരെ ശ്രമിച്ചതാണ്. He showed me all the lures of the world. ഈ ലോകത്തിന് കാഴ്ചവെക്കാനുള്ള ലോകത്തെ ധാരാളമൊക്കെ ഈ സാത്താൻ എന്നെ I did കാണിച്ചതാണ്. not fall into his trap. എന്നാൽ അതിലൊന്നും ഞാൻ വീണില്ല. One of the main problems of the servants of God is greed after money. ദൈവത്തിന്റെ വേലക്കാരെ ബാധിക്കാവുന്ന വലിയൊരു വിഷയം, വലിയൊരു ടെംപ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ പണത്തോടുള്ള വലിയ ആർത്തിയാണ്. But I could not be fallen in his trap. എന്നാൽ സാത്താന് ആ കുരുക്കിൽ എന്നെ വീഴിക്കാൻ കഴിഞ്ഞില്ല. After 12 years working in the hospital, 12 വർഷക്കാലം ഞാൻ ആശുപത്രിയിൽ I was പ്രവർത്തിച്ചു. working as a consultant. ഞാൻ അതുകൂടാതെ ഒരു കൺസൾട്ടന്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. When I left Koilon, ഞാൻ കൊല്ലത്തുനിന്ന് പോകുമ്പോൾ I had no property there. എനിക്ക് കൊല്ലത്ത് സ്വന്തമായിട്ട് ഒരു Not സെന്റ് even 1 വസ്തുവില്ലായിരുന്നു. cent of land. ഒരു സെന്റ് വസ്തു പോലും ഇല്ലായിരുന്നു. Why I was telling that? Because God was so gracious to me that He prevented me from falling into the trap. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറിയാമോ? ദൈവത്തിന്റെ കൃപ എന്റെ മേൽ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പണത്തിന്റെ ആർത്തി എന്നുള്ള ആ കുരുക്കിൽ ഞാൻ വീണില്ല. So probably Satan was trying to hold me in another way. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് സാത്താൻ മറ്റു രീതിയിലൊക്കെ തകർക്കാൻ In ശ്രമിക്കുകയായിരുന്നു. 1981, the whole foundations of my Christian life was shaking. 1981 എന്റെ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം മുഴുവൻ കുലുങ്ങിയായിരുന്നു. I went to the Lord. ഞാൻ കർത്താവിലേക്ക് എന്നു. Lord, why this happened to me? കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് സംഭവിക്കുന്നു? What should I do next? ഞാൻ അടുത്ത എന്ത് ചെയ്യണം? And I was almost in tears. ഞാൻ കരയുകയായിരുന്നു. It was like passing through a fiery trial. കാരണം വലിയൊരു അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. But the grace of God was with me. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ The ഉണ്ടായിരുന്നു. experiences I had in those days ആ നാളുകളുടെ എന്റെ അനുഭവങ്ങൾ are so deep that I cannot explain to a multitude. എനിക്ക് വാക്കുകൾ കൊണ്ട് ഇതുപോലുള്ള ജനത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞ് അറിയിക്കാൻ But I സാധ്യമല്ല. know one thing.
God was in control. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, അന്നേരവും ദൈവമാണ് ചുക്കാൻ പിടിച്ചിരുന്നത്. God said, go ahead, I will be with you. കർത്താവിനോട് പറഞ്ഞു, മുമ്പോട്ട് പോവുക, ഞാൻ നിന്നോട് കൂടെ Go ഉണ്ട്. ahead, I will be with you, he said. മുമ്പോട്ട് പോവുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. In 1981 September, my wife died. 1981 സെപ്റ്റംബറിലാണ് എന്റെ ഭാര്യ മരിച്ചത്. That was 15 days after that, I joined my hospital. 15 ദിവസത്തിന് ശേഷം ഞാൻ ആശുപത്രിയിൽ മടങ്ങി വന്നു. 15 days, about 3 weeks later, I started attending my meetings once again. ആ 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഞാൻ പോയി പ്രസംഗം I ആരംഭിച്ചു. lived in the same town. അതേ പട്ടണത്തിലാണ് ഞാൻ പിന്നെയും പാർത്തത്. More than about 8 years, I lived in the same town. എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം പിന്നെ 8 വർഷക്കാലം കൂടെ ഞാൻ അവിടെ But പാർത്തു. God blessed me in more than one way. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം ഒന്നിലധികം രീതിയിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു. So it was one of the bitterest experiences I passed through. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും കൈപ്പേറിയ അനുഭവമായിരുന്നു But I അതെങ്കിലും knew God was molding me. എനിക്കറിയാമായിരുന്നു ദൈവം എന്നെ വാർത്തെടുക്കുകയാണെന്ന്. God was teaching me so many things. ദൈവം എന്നെ അനേക കാര്യങ്ങൾ So പഠിപ്പിക്കുകയായിരുന്നു. many times in God's servants' life, they look back and see whatever things which appeared as catastrophic events have been turned into blessings. ഒരു ദൈവത്തിന്റെ ദാസന് പുറകോട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അറിയാം, തന്റെ ജീവിതത്തിൽ അന്ന് സംഭവിച്ചിട്ടുള്ള ദോഷകരമായ സകല സംഭവങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു എന്ന് പിന്നീട് കാണുവാൻ കഴിയും. Because God allowed me to pass through a fiery trial. കാരണം ദൈവമാണ് അഗ്നിശോധനയിലൂടെ കടന്നു പോകാൻ എന്നെ അനുവദിച്ചത്. He molded me in such a way that in future, even if Satan brings the worst possible tragedy, I will not be cowed down by his efforts. കർത്താവിനെ അങ്ങനെ അഗ്നിശോധനപ്പെട്ട് വാർത്തെടുക്കുന്ന ഉദ്ദേശം നിയോഗിച്ചാൽ ഇനി ശത്രുവാൻ എത്ര ശക്തമായ ആയുധങ്ങൾ എന്റെ നേരെ പ്രയോഗിച്ചാലും ഞാൻ തകർന്നു പോകുകയില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു. And in 1989, I resigned my job in Koilon because of God's directive, and I started working in a tribal hospital. 1989 ഞാൻ എന്റെ ദൈവത്തിന്റെ ആലോചന പ്രകാരം എന്റെ ജോലി രാജിവെച്ചിട്ട് ട്രൈബൽ മിഷന്റെ പ്രവർത്തനം ആരംഭിച്ചു. I surrendered my life to the Lord Jesus Christ. എന്റെ ജീവിതം ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. I know I have no talent of my own. എന്റെ സ്വന്തമായ കഴിവുകളൊന്നുമില്ല എന്ന് എനിക്കറിയാം. In all these years, ഈ വർഷങ്ങളിലെല്ലാം while I am doing my medical practice, ഞാൻ എന്റെ വൈദ്യവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ so many people come and get treatment from me and go. അനേക ആളുകൾ വന്ന് എന്റെ അടുക്കൽ വന്ന് രോഗത്തിനുള്ള മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. But I know I may not see all of them in heaven. അവരെ എല്ലാവരെയും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. There is one thing that is satisfying me. എന്നാൽ ഒരു കാര്യം എനിക്ക് സംതൃപ്തി വരുന്നുണ്ട്. A handful of people that I could lead to Christ. അവരിൽ ചിലരെയെങ്കിലും കർത്താവിലേക്ക് നയിക്കുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. That is my reward in heaven. അതാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം. That God has given to me. അതാണ് ദൈവം എനിക്കെന്ന വലിയ പദവി. If I am speaking here tonight before you, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നുവെങ്കിൽ with that request, ആ ഒരു അഭ്യർത്ഥനയോടുകൂടെ മാത്രമാണ് Lord, by my speaking will you touch the lives of some people. കർത്താവേ, ഇന്ന് രാത്രികാലം നിന്റെ വചനവുമായി ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെ നീ രക്ഷിക്കണമേ. And in all these years it has always happened. ഞാൻ പറയട്ടെ, ഇത്രയും വർഷക്കാലം പ്രസംഗിച്ചിട്ടുള്ളപ്പോഴെല്ലാം സംഭവിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. Every night I used to remember the incident that happened in my life. എല്ലാ രാത്രിയിലും പ്രസംഗിക്കാൻ കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് കർത്താവിലേക്ക് വന്നതെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. The Lord who spoke to me will speak to you tonight. എന്നോട് സംസാരിച്ച ദൈവത്തിന് ഇന്ന് രാത്രികാലം നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. Bow down our head and pray. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ നിന്നെ പിന്തള്ളുവാൻ ലോകമോഹം കടന്ന് വന്നിടരുതേ. ദൈവസ്നേഹത്തിൽ നിന്നെ പിന്തള്ളുവാൻ ലോകമോഹം കടന്ന് വന്നിടരുതേ. ലോകത്തെ മുറ്റും ജയിച്ചവനെ ജയം എന്നും നീ നൽകണമേ. ലോകത്തെ മുറ്റും ജയിച്ചവനെ ജയം എന്നും നീ നൽകണമേ. അർപ്പണം ചെയ്യുന്നു സമ്പൂർണമായി ഇന്ന് അല്പം ഞാൻ നാഥാനിൻ തൃപാദത്തിൽ. അർപ്പണം ചെയ്യുന്നു സമ്പൂർണമായി ഇന്ന് അല്പം ഞാൻ നാഥാനിൻ തൃപാദത്തിൽ. കുറ്റങ്ങളെല്ലാം ക്ഷമിച്ചിടണം, എന്നെ മുറ്റും നീ സംസുതനാക്കിടണം. ഊനങ്ങളെ സാധെ ജീവിക്കുവാൻ ആത്മദാനം പകർന്നിടണം. ഊനങ്ങളെ സാധെ ജീവിക്കുവാൻ ആത്മദാനം പകർന്നിടണം. അർപ്പണം ചെയ്യുന്നു സമ്പൂർണമായി ഇന്ന് അല്പം ഞാൻ നാഥാനിൻ തൃപാദത്തിൽ. Heavenly Father, we thank you for this wonderful night. We thank you because we are going to meditate your word. Lord, we know your presence in our midst. As you are going to open our hearts tonight, instill into our hearts the great confidence that only you can instill into our the great peace which only you can give. Lord, as I stand before these people with your word, Lord, cover me up with your glory so that you will speak, Lord, to your people. We give all honor to you in Jesus Christ's precious name we ask. Amen. 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 Shall we open the book of Matthew's Gospel, chapter 5, read verse 4. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം. മത്തായി 5:4.
Blessed are they that mourn, for they shall be comforted. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. In 1989, there was a tragic incident in Koilon. 1989 കൊല്ലത്ത് വലിയൊരു അനിഷ്ട സംഭവം നടന്നു. One of our fellow believers in Koilon Assemblies of God Church got married. 1989 കൊല്ലത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ ഒരു സഹോദരൻ വിവാഹിതനായി. That girl was from a very nice family in Houston. താന് ഹ്യൂസ്റ്റണിലുള്ള നല്ല ഒരു കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു. That boy also was a very sincere believer. ആ ചെറുപ്പക്കാരനും വളരെ ആത്മാർത്ഥതയോടുകൂടി ദൈവത്തെ സേവിക്കുന്ന ഒരു നല്ല വിശ്വാസിയായിരുന്നു. We were all so happy about that marriage. ഞങ്ങൾക്ക് എല്ലാവർക്കും അവരെ കുറിച്ച് വളരെ സന്തോഷം തോന്നി. And 14 days after the marriage, 14 ദിവസത്തിന് ശേഷം they met with a tragic accident and both died. അവർക്ക് വലിയൊരു അപകടം സംഭവിച്ച ഒരു അത്യാഹിതത്തിൽ രണ്ടുപേരും മരിച്ചുപോയി. It was during their honeymoon period. അവരുടെ ഹണിമൂണിന്റെ സമയമായിരുന്നു. That day I was just finishing my duties in the hospital. My wife rang me up and said, come home immediately, there is a big tragedy here. ഞാൻ എന്റെ ജോലികൾ തീർത്ത് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് എന്റെ ഭാര്യ ടെലിഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വലിയൊരു അനിഷ്ട സംഭവം നടന്നു, പെട്ടെന്ന് വീട്ടിൽ വരണം. I came home and I heard this news. I could not believe. ഞാൻ വീട്ടിൽ വന്ന് സംഭവം കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. I just asked God, where were you? ഞാനപ്പോൾ പെട്ടെന്ന് അറിയാതെ ദൈവത്തോട് ചോദിച്ചു പോയി, ദൈവമേ നീ ഈ സമയത്ത് എവിടെയായിരുന്നു? God, where were you? ദൈവമേ നീ എവിടെയായിരുന്നു? I just could not digest that sad incident. എനിക്ക് അത്രമാത്രം സങ്കടമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. You know, so many times in our life we face such problems. നമ്മുടെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി As we വരും. pass through this earthly journey, we hear, we experience ourselves so many difficulties, and we always ask God, what were you doing that time? നമ്മുടെ ഈ ലോകയാത്രയിൽ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള അനേക സംഭവങ്ങൾ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തോട് ചോദിച്ചു പോകും, ദൈവമേ ഈ സന്ദർഭത്തിൽ നീ എവിടെയായിരുന്നു? So many people become atheists, or they say they don't believe in God because such tragedies occur in the world. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനേകരും അതിന് കൊടുക്കുന്ന കാരണം ഇങ്ങനെയുള്ള ദുഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ അപ്രതീക്ഷിതമായി മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. You know, even great philosophers like Bertrand Russell, Voltaire and all said, if God is a loving God, how could he allow so much tragedies in this world? ബെർട്രൻഡ് റസലും വോൾട്ടേറിനെ പോലെയുള്ള സുപ്രസിദ്ധരായ തത്വചിന്തകന്മാർ പോലും ചോദിച്ചിട്ടുണ്ട്, ദൈവം സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ ലോകത്തിൽ ഇത്ര അനിഷ്ട സംഭവങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു? Even today as a believer, you can see many people asking you the same question. If God is a loving God, if the Bible says God is a love, God is a God of love, God extends His mercy, God hears His prayer, why all these tragedies around us? ഇന്നും നമുക്ക് വിശ്വാസ കോളത്തിൽ പോലും ഈ ചോദ്യങ്ങൾ ഉയർന്നത് കേൾക്കുവാൻ കഴിയും. ദൈവം സ്നേഹമാകുന്നുവെങ്കിൽ ലോകത്തിൽ ഇത്രമാത്രം പ്രത്യേകിച്ചും ദൈവജനത്തിന് എന്തുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു? So many people say we don't want to believe such a God who allows all these problems. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നില്ല എന്ന് പറയുന്നവരാണ് പലരും. But I want to tell you one thing. എന്നാൽ ഒരു കാര്യം പറയട്ടെ. You know, when Job was suffering, his wife came and told, why are you suffering? Curse God and die. ഇയ്യോബ് തന്റെ കഷ്ടതയോടെ കടന്നു പോകുമ്പോൾ തന്റെ ഭാര്യ കടന്നു വന്നവർ പറഞ്ഞു, നീ എന്തിന് ദൈവത്തിന് വേണ്ടി ഇത്ര കഷ്ടങ്ങൾ സഹിക്കുന്നു? നിനക്ക് ഈ ദൈവത്തെ ശപിച്ചു കളഞ്ഞിട്ട് നിനക്ക് മരിച്ചുകൂടെ? And you know what Job said? You are talking like a foolish woman. അപ്പോൾ ഇയ്യോബ് പറഞ്ഞ എന്താണ്? നീ ഒരു വിഡ്ഢിയെ പോലെ സംസാരിക്കുന്നു. Means if there is a God, there is no point in cursing him. കാരണം ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ ശപിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. If there is no God, there is no point in cursing something which does not exist. ആ ദൈവം ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത ഒന്നിനെ ശപിച്ചിട്ട് അർത്ഥവുമില്ല. That is what is called a foolish talk. അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞത് നീ വിഡ്ഢിയെ പോലെ If there is സംസാരിക്കുന്നു. a God, there is no point in cursing him. ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തെ ശപിക്കുന്നത് If അർത്ഥമില്ല. there is no God, there is no point in cursing which does not exist. ദൈവം ഇല്ലെങ്കിൽ ഇല്ലാത്ത ഒന്നിനെ ശപിക്കുന്നതിൽ അർത്ഥവുമില്ല. You know, atheists always say, you know, God, if He is a God of love, He will not allow this, so there is no God, so don't believe in God. സാധാരണ നിരീശ്വരവാദികളുടെ വ്യാഖ്യാനം എന്തെന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അനിഷ്ട സംഭവങ്ങളൊന്നും ലോകത്ത് നടക്കുകയില്ലായിരുന്നു, അതുകൊണ്ട് ദൈവമില്ല എന്നാണ്. So don't believe in God, they say. അതുകൊണ്ട് അവർ പറയും ദൈവത്തിൽ വിശ്വസിക്കേണ്ട. But they don't say to whom else should we look for some consolation. എന്നാൽ അവർക്ക് ദൈവത്തിന്റെ സ്ഥാനത്ത് അവരോധിക്കാൻ മറ്റൊന്നിനെ ചൂണ്ടിച്ചു കാണിച്ചു തരുവാനില്ല. They may ask you to turn away from God. They cannot tell you to where you should turn to. ദൈവത്തെങ്കിൽ നിങ്ങളുടെ മുഖത്തെ തിരിക്കുക എന്നവർ പറയും, എന്നാൽ എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന് പറയാൻ അവർക്ക് അറിഞ്ഞുകൂടാ. As long as they cannot give a valid answer. അവർക്ക് ഒരു ശരിയായ ഉത്തരം നൽകുവാൻ കഴിയാത്തിടത്തോളം കാലം You know, we need not follow their principles. അവരുടെ തത്വങ്ങളെ നാം അംഗീകരിക്കേണ്ട ആവശ്യമില്ല. If you follow the atheistic ways, you may be turned away from God, but you will not know where else to get the answer. നിരീശ്വരവാദികളുടെ തത്വചിന്തകൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിൽ ദൈവത്തിൽ നമ്മൾ അകന്നു പോകും, എന്നാൽ എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് അറിയാതെ വരും. Let me not elaborate on that point too much now. അതിൽ ഞാൻ അധികമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. But even in the Christian world, എന്നാൽ ക്രിസ്തീയ ലോകത്തിൽ പോലും even among the believers, there's a lot of confusion. വിശ്വാസികളുടെ ഇടയ്ക്ക് പോലും വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. Imagine a man or a person is sick. രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയെ ചിന്തിക്കുക. One believer comes to meet him. ഒരു വിശ്വാസിയായ വ്യക്തി യോഗത്തിന് വേണ്ടി കടന്നു വരുന്നു. And he says, look here, probably it is your sin that is causing your sickness. Get reconciled to God.
ആ വ്യക്തി കടന്നു വന്നിട്ട് ആദ്യം പറയുന്നത്, ഒരു നിന്റെ പാപം കൊണ്ടായിരിക്കും നിനക്ക് ഇപ്പോൾ രോഗം പിടിച്ചത്, അതുകൊണ്ട് ദൈവത്തിൽ നിന്റെ പാപത്തെ ഏറ്റു പറയുക എന്നാണ്. The second person comes. രണ്ടാമത് വേറൊരു വ്യക്തി കടന്നു വരും. I say, you should not feel sick like that. You should muster enough faith to get healed, he says. ഒരു വ്യക്തി പറയും, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് രോഗമുണ്ടെന്ന് ഉണ്ടാകേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നിനക്ക് രോഗമുണ്ടെന്ന് നീ അംഗീകരിക്കുക വേണ്ട, നീ നിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ മതി, അതിന് രോഗം മാറിക്കോളും. This poor fellow does not know how to muster up enough faith to get healed. പക്ഷേ ഈ രോഗിയായി കിടക്കുന്ന ആളിന് എങ്ങനെയാണ് ഈ വിശ്വാസം ഇങ്ങനെ വർദ്ധിപ്പിക്കേണ്ടത് അറിഞ്ഞുകൂടാ. He does not know how much faith I should get to convince God, God, you should heal me. Look here, I got this much faith. എത്ര വിശ്വാസത്തിന്റെ അളവ് എത്രയായി കഴിയുമ്പോഴാണ് ദൈവം പ്രസാദിച്ചിട്ട് സൗഖ്യം കൊടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. And the third person comes and tells him, look here, God so loves you that he wants you to be sick in the bed. മൂന്നാമതൊരു വ്യക്തി കർത്താവ് കടന്നു വന്നിട്ട് പറയും, മകനെ, ദൈവ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് നിന്റെ ദേഹത്ത് കാണുന്ന ഈ രോഗം, അതുകൊണ്ട് നീ രോഗിയായി അവിടെ കിടന്നു. And this poor fellow said, Lord, I do not know how a man who loves me so much wants to be sick and suffering this pain. അന്നേരം ഈ മനുഷ്യൻ ചോദിക്കും, ദൈവമേ, നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുമ്പോൾ എന്തിനാണ് രോഗിയായിട്ട് എന്നെ വിട്ടേക്കുന്നത്? And another person said, look here into the TV, this man got healed, that man got healed, and this fellow got healed, so you also will get healed. നാലാമത് വേറെ വ്യക്തി വന്നിട്ട് പറയും, നോക്ക്, ആ ടെലിവിഷനിൽ പ്രസംഗിക്കുന്ന ആളിനെ നോക്ക്, ഇന്ന വ്യക്തികളെല്ലാം സൗഖ്യമായി എന്ന് സാക്ഷ്യം പറയുന്നില്ലേ, അതുപോലെ നിനക്ക് സൗഖ്യം കിട്ടും. And he looks into the television all the 24 hours, he doesn't get healed. 24 മണിക്കൂർ മനുഷ്യൻ ഇങ്ങനെ ടെലിവിഷനിലെ പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ രോഗസൗഖ്യം ഉണ്ടാകുന്നില്ല. And it got confusion. അനേകം ആശയക്കുഴപ്പങ്ങൾ Finally they asked the same question, Lord, why you don't heal me? അവസാനം ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ സൗഖ്യമാക്കി? Why I alone should suffer? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കഷ്ടം സഹിക്കണം? Why you allow this pain? എന്തുകൊണ്ട് ഇത്ര വേദനയിലൂടെ Why my body should suffer like this? എന്തുകൊണ്ട് എന്റെ ശരീരത്തിലൂടെ മാത്രം വേദന ഉണ്ടാകണം? Before I enter into this question, ഈ ചോദ്യത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് പ്രവേശിക്കുന്ന മുമ്പ് I want to tell you one thing. ഒരു കാര്യം ഞാൻ പറയട്ടെ. Suppose there is no pain in this world. ഈ ലോകത്തിൽ വേദനകളില്ല എന്നിരിക്കട്ടെ. I thought all what we think is silly. Suppose there is no pain at all. ലോകത്തിൽ ഒരു വേദനയും ഇല്ല എന്ന് നമുക്ക് ചിന്തിക്കാം. We think it's a wonderful world. ഈ ലോകം അത്ഭുതകരമായ ഒരു ലോകമായിരിക്കും. But you are mistaken, sadly mistaken. എന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ധാരണ തെറ്റാണ്. You know, there is a rare disease in which children are born without their capability to experience pain. ലോകത്തിലെ ഒരു അസുഖമുണ്ട്. ആ അസുഖത്തോടുകൂടി ജനിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. ആ അസുഖം ബാധിച്ചവർക്ക് വേദന എന്താണ് എന്നറിഞ്ഞുകൂടാ. This is called congenital insensitiveness to pain. അതിന് മെഡിക്കൽ സയൻസിൽ കൊടുത്തിരിക്കുന്ന പേര് വേദന അനുഭവിക്കാത്ത രോഗം എന്നാണ്. When you attend some of my meetings, you may not get anything spiritually, but you know something medically. You know, this is called congenital insensitiveness to pain. The child does not feel any pain at all. ഈ രോഗത്തിന് കൊടുത്തേക്കുന്ന പേര് വേദന അനുഭവിക്കാത്ത രോഗം എന്നാണ്. കാരണം ഈ കുഞ്ഞിന് വേദന എന്താണെന്ന് അറിയാനുള്ള കഴിവ് ഈ കുഞ്ഞിന്റെ ശരീരത്തിലില്ല. Some of us think, oh, if my body is like that, how nice it will be. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്റെ ദേഹം അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. You know what will happen? By the time the child is able to crawl, it would have burned all its fingers. എന്നാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ജനിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? വേദന അറിയാനുള്ള കഴിവില്ലാത്ത ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് നടക്കാൻ പ്രായമാവുന്നതിന് മുമ്പേ അതിന് 5 പേരും തീക്കകത്ത് വെന്തുപോയി പോയിരിക്കാം. By the time it is able to hold on some objects, it would have cut its hands. എന്തെങ്കിലും സാധനത്തെ പിടിക്കുവാൻ ഉള്ള കഴിവാകുമ്പോഴേക്കും തെറ്റായ കാര്യത്തിൽ കയറി പിടിച്ചിട്ട് ആ കുഞ്ഞിന്റെ കൈ മുറിഞ്ഞു പോയിരിക്കാം. By the time the teeth erupt, the child will bite its own fingers. എന്തെങ്കിലും ആ പല്ല് തന്റെ വായിൽ ഉണ്ടായി വരുമ്പോഴേക്കും ആ കുഞ്ഞ് സ്വന്തം മുതൽ കടിച്ചു മുറിച്ചെന്ന് വരാം. You know, the child will never survive even up to 1 year because it cannot experience pain. It gets into all sorts of problems and dies before 1 year. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവരൊരിക്കലും വളർന്നു വലുതാകുന്നില്ല. കാരണം വേദന അനുഭവിക്കാൻ കഴിവില്ലാത്ത ശരീരമായതുകൊണ്ട് അനേകമായ അപകടങ്ങളിൽ ചെന്ന് ചാടിയിട്ട് അവർ വളരെ വേഗത്തിൽ മരിച്ചു പോകും. You know, the problem about leprosy is those people also don't feel pain at all. നമുക്കറിയാം, കുഷ്ഠരോഗികളുടെ അവസ്ഥയും തന്നെയാണ്. അവർക്കും ശരീരത്തിൽ വേദന അനുഭവിക്കാനുള്ള തിരിച്ചറിയാനുള്ള കഴിവില്ല. You know, when a leper goes to sleep that night, one night, ഒരു കുഷ്ഠരോഗി രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ if a rat bites his fingers, he will not know. രാത്രിയിൽ ഒരു എലി വന്ന് അവന്റെ വിരൽ നച്ചം കടിച്ചു മുറിച്ചുകൊണ്ട് പോയാൽ അവൻ അറിയത്തില്ല. He will say, when I went to bed, I had 4.5 fingers, now only 3 3/4. പക്ഷെ രാവിലെ എഴുതിട്ട് പറയും, ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ പോയപ്പോൾ എനിക്ക് 4.5 വിരലുണ്ടായിരുന്നു, ഇപ്പൊ വന്നപ്പോൾ 3.25 ഉള്ളല്ലോ. He will not know when the rat bit his fingers off. കാരണം എപ്പോഴാണ് എലി വന്ന് വിരൽ കടിച്ചു മുറിച്ചുകൊണ്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. You know the problem, when you don't have pain, you are promoting your own decay and destruction. അതുകൊണ്ട് വേദന അനുഭവിക്കാത്ത ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ഇരുന്നാൽ, ഈ ലോകത്തിൽ ഇരുന്നാൽ, നാം ഒന്നുകൂടെ വേഗത്തിൽ നമ്മെ തന്നെ നശിപ്പിക്കുക. You know why we are living in this world? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്? Because we know the pain, we experience pain. ഇന്ന് നമ്മൾ ജീവനോടിരിക്കുന്നതിന്റെ കാരണം വേദന അനുഭവിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ്. When you go and stumble your feet against a stone, the toe gets hurt, immediately you go to a doctor or attend to your toe. ഒരു കാല് കല്ലിൽ തട്ടിയ ഉടനെ നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ ഒരിക്കൽ പോയി അതിന് പ്രതിവിധി നേടുന്നത്. Otherwise it will become septic
and you will die also. ആ വേദന ഇല്ലാത്ത അവസ്ഥയായിരുന്നെങ്കിൽ അത് അവിടെ ഇരുന്ന് സത്യക്കായി പഴുത്ത് നമ്മൾ മരിച്ചു പോകുമായിരുന്നു. Any pain immediately calls attention that there is something wrong and you do something for that. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അല്പം വേദന അനുഭവിച്ചാൽ പെട്ടെന്ന് അത് നമ്മളതിനെ കുറിച്ച് ബോധവാന്മാരായിത്തീരും, നമ്മളതിനെ പ്രതിവിധി തേടും. You know why God created pain? എന്തുകൊണ്ടാണ് ദൈവം വേദനയെ സൃഷ്ടിച്ചതെന്ന് അറിയാമോ? Because you should live. എങ്കിൽ മാത്രമേ നാം ജീവിക്കാൻ പോകുന്നുള്ളൂ. Because you will attend to the body which is in problem. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കും. So never think it is God's mistake that He created pain. അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കാതെ ദൈവത്തിന് തെറ്റുപറ്റിയതുകൊണ്ടാണ് നമുക്ക് വേദനയുള്ളതെന്ന്. You know, it is the greatest intelligence when you study about the pain system that works in the human body, the brain behind that. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വേദന ഉണ്ടാകുന്ന രീതികളെ കുറിച്ച് മെഡിക്കലായിട്ട് പഠിക്കാൻ കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും ഏറ്റവും ഉന്നത ബുദ്ധിയുള്ള ദൈവമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അപ്പൻഡിക്സ് വന്നിരിക്കുന്നു. But you know what you will do? Wait appendix for some time. I have something more to do. You will finish your work before you attend on your appendix. അങ്ങനെ ഒരു സിസ്റ്റമാണ് ദൈവം ഉണ്ടാക്കിയെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മനുഷ്യരായി നാം എന്ത് ചെയ്തേനെയും നമ്മൾ വലിയ ജോലി തിരക്കിന് ഇടയ്ക്കായിരിക്കും തലച്ചോൽ ഇങ്ങനെ ലൈറ്റ് കത്തുന്ന അപ്പൻഡിക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ പറയും ഇവിടെ വലിയ ജോലി നടക്കുമ്പോഴാണ് അപ്പൻഡിക്സ് നോക്കുന്നത്. ജോലി കഴിഞ്ഞിട്ടാട്ടെ അപ്പൻഡിക്സ് നോക്കുന്നത്. By the time your appendix will burst and you will also burst along with it. നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും അപ്പൻഡിക്സ് എല്ലാം പൊട്ടിപ്പഴുത്ത് അത് പൊട്ടിത്തെറിച്ച് നമ്മുടെ ജീവനും. The pain not only should attract your attention, it must hurt you also to get your attention. അതുകൊണ്ടാണ് ദൈവം തീരുമാനിച്ചത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയ്ക്കുള്ള കാരണങ്ങൾ ഉണ്ടായാൽ നമ്മളെ തലച്ചോറിനെ കുറിച്ച് ബോധവാനായ മാത്രം പോലെ ശരീരത്തിൽ എന്റെ വേദനയും അനുഭവിക്കണം. I wish I talked so much more about this. അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാൻ സമയം ഉണ്ടായിരുന്നു. But I want to tell you one thing. Pain is not God's mistake at all. ഞാൻ പറഞ്ഞതിന്റെ സാധനം അറിയാമോ? നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് ദൈവത്തിന് പറ്റിയ തെറ്റല്ല. When you put your hand on a hot stove, immediately you retract your fingers. But that is the act. Even though it has hurt you, it has saved your finger. നമ്മൾ ചൂടുള്ള അടുപ്പിലേക്ക് നമ്മൾ വിരൽ കൊണ്ട് എന്നാൽ പെട്ടെന്ന് നമ്മൾ വിരൽ വലിക്കും. അതിപ്പോൾ വേദനിച്ചേക്കാം, എന്നാൽ നിന്റെ വിരൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. Have at any time in your life you have said, thank God for the pain. എന്നാൽ എപ്പോഴെങ്കിലും പറഞ്ഞുകൊണ്ട് കർത്താവേ എന്റെ വിരലിന്റെ അറ്റം പൊള്ളിയതുകൊണ്ട് എനിക്ക് തോത്രമാണ്. Nobody sings a song for the pain. Nobody erects a statue for the pain. But pain is so important. Because of pain only we live. ആരും ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനയെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുകൾ എഴുതാറില്ല. ആരും അതിനുവേണ്ടി പ്രതിമ ഉണ്ടാക്കി ഒരു തെറിക്കോടലും വെച്ചിട്ടില്ല. എന്നാൽ ദൈവം വെച്ച വലിയൊരു സംഗതിയാണത്. But why I tell this is before you find out the answer to your problems, why God is allowing this, to understand that pain is an essential requisite for a man to live comfortably on the planet, will give the basis for understanding God's reaction. ഞാൻ പറഞ്ഞതിന്റെ കർത്താവ് എന്താണെന്ന് അറിയാമോ? കർത്താവ് നീ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ വേദന അയക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഈ വേദനയുടെ ലക്ഷ്യമെന്താണെന്ന് മനസ്സിലാക്കിയാണെങ്കിൽ ദൈവം നൽകുന്ന ഉത്തരം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകും. You know, pain God created with good intention. കാരണം ദൈവം നല്ല ആഗ്രഹങ്ങളോടുകൂടിയാണ് വേദന ഉണ്ടാക്കിയത്. But everything God created in good intentions has turned into a bitter experience for man. എന്നാൽ ഇന്ന് നമുക്കറിയാമല്ലോ ദൈവം നല്ല ആഗ്രഹത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ സൃഷ്ടിച്ച സകലവും ഇന്ന് അതിന്റെ ലക്ഷ്യം മാറ്റപ്പെട്ടിരിക്കുകയാണ്. Only Bible gives the answer why it happened like that. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വ്യക്തമായ ഉത്തരം നൽകുവാൻ കഴിയുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ്. Bible God says, "Cursed be the earth for your sake." ആ കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞാണ് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടത്. God has put a name board condemned on the earth. ആ ദൈവം ഇതാ മനുഷ്യവർഗത്തിന് മുമ്പാകെ ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ട്, ശപിക്കപ്പെട്ടവൻ. It is a planet, it's a good planet, but it is a stained planet. ദൈവം സൃഷ്ടിച്ച നല്ല ഭൂമിയാണ് സൃഷ്ടിച്ചത്, എന്നാൽ ഇന്നത് പാപത്തിന്റെ കടമരണ്ട ഭൂമിയാണ്. That is why you see the paradox when you see and admire all the beautiful and wonderful things God made, you also get perplexed and confused. എന്തെല്ലാം ചെയ്താലും അതെല്ലാം പ്രശ്നത്തിലെ കലാശിക്കുകയുള്ളൂ. We had 2 airplane tragedies yesterday. ഇന്നലെ തന്നെ 2 വിമാനാപകടങ്ങൾ ഉണ്ടായി. You know how many people would have cursed Albert Wright and Wilbur Wright? Why did they create these airplanes? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരെ ശപിച്ചു? ഇവർ എന്തിനു വേണ്ടി വിമാനം ഉണ്ടാക്കി? Anything that man tries to create for good, there is also a black tag attached to that. ദൈവം അവൻ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ തന്നെ എന്തെല്ലാം ഉണ്ടാക്കിയാലും അത് ക്രമേണ അത് ശാപത്തിന്റെ ഒരു മുഖാന്തരമായി അല്ലെങ്കിൽ പ്രശ്നത്തിന്റെ മുഖാന്തരമായി Anything comes into the planet gets a black tag also. ഈ ലോകത്തിലേക്ക് ഈ ഭൂഗോളത്തിലേക്ക് വരുന്ന സകലതിന്റെയും പിന്നില് ഈ ശാപത്തിന്റെ ആ ഒരു അംശം തൂങ്ങിക്കിടപ്പുണ്ട്. You know, the philosophers may say that the world is the best place to live in. Mass followers can say we are going to build an utopia in this world, but the Bible only teaches this is a stained planet. God's curse is on this planet. Anything that comes into this world will be mixed with the sorrow and tragedy. ഈ ലോകത്തിലെ തത്വജ്ഞന്മാർ പറഞ്ഞേക്കാം, ഈ ലോകമാണ് ഈ പ്രപഞ്ചത്തിൽ വെച്ച് ജീവിക്കാൻ വെച്ച ഏറ്റവും നല്ല ബോധമെന്ന്. ആ കമ്മ്യൂണിസത്തിന്റെ അനുഭാവികൾ പറഞ്ഞേക്കാം, ഒരിക്കൽ ഞങ്ങൾ ഈ ലോകത്തില് ഒരു സ്വപ്നലോകം നെയ്തെടുക്കുമെന്ന്.
എന്നാൽ ദൈവത്തിന്റെ വചനം മാത്രമേ പറയുന്നുള്ളൂ ഇത് ശപിക്കപ്പെട്ട ഭൂമിയാണ്, ഇവിടെ വരുന്ന സകലത്തിനും ശാപത്തിന്റെ അംശമുണ്ട്. Because man tried to question the wisdom of God. കാരണം എന്ത്? ദൈവം മനുഷ്യന്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യുന്നു. And God waits to see how far he can go. മനുഷ്യൻ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് എത്രത്തോളം മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് അറിഞ്ഞുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. Every time man discovers something, he thinks that he is going beyond God, he can question God. എന്തെങ്കിലും അല്പമായ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ അപ്പോൾ അഹങ്കരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തെ താൻ ആവിചരിച്ചു എന്നാണ്. And he brings his own problems to himself. അതിന്റെ ഫലമായിട്ട് എന്താണ്? അവൻ തന്നെ പ്രശ്നങ്ങളെ വലിച്ചു വയ്ക്കുകയാണ്. Most of the problems created in this world are created by man. ഈ ലോകത്തിലെ അനേക പ്രശ്നങ്ങളും മനുഷ്യൻ തന്നെ സ്വയം ഉണ്ടാക്കിയതാണ്. But any problem he starts questioning God. എന്നാൽ എല്ലാ പ്രശ്നവും തുടങ്ങുന്നത് ദൈവത്തെ ചോദ്യം ചെയ്തു. When a child is born with a defect, birth defect, ഒരു കുഞ്ഞിന് അംഗഭംഗമുള്ളവനായി ജനിച്ചാൽ so many times they ask why God created like this. ആളുകളോട് ചോദിക്കുന്നത് ദൈവം എന്തുകൊണ്ട് ഇവനെ ഇങ്ങനെ സൃഷ്ടിച്ചു? So many people say, look here how God created my child, I am not going to believe this. അനേക മാതാപിതാക്കന്മാർ പറയും, നോക്ക് എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെയാണ് ദൈവം തന്നതെന്ന്, ഈ ദൈവത്തെ ഞാൻ സേവിക്കണം. But every day man kills hundreds of innocent children in the wombs of the mother. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ഓരോ ദിവസവും എത്രയോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മനുഷ്യൻ കൊന്നുകളയുന്നു. Just they have put down the drain before they had a chance to see the light of the day. ഈ ലോകത്തിന്റെ വെളിച്ചം ഒന്ന് കാണാൻ അവസരം കിട്ടുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് നിർഭാഗ്യവശാൽ പറഞ്ഞയക്കപ്പെടുന്ന എത്രയോ ലക്ഷം കുഞ്ഞുങ്ങളുണ്ട്. Millions of babies are aborted in mother's womb every year. ഓരോ വർഷവും ലോകത്തിന്റെ മൊത്തമായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് അബോർഷനിലൂടെ പുറത്തേക്ക്. Abortion is a murder. അത് അബോർഷൻ എന്ന് പറയുന്നത് കൊലപാതകം. Everybody who does that has to stand before God and explain to him why he committed murder. അത് ചെയ്യുന്ന സകല വ്യക്തി ഒരിക്കൽ ദൈവത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് അതിന് കണക്ക് കൊടുത്തേ മതിയാകുള്ളൂ. So many times when man is creating lot of problems, he questions about God. ഇങ്ങനെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന മനുഷ്യനാണ് ഒരു കുഞ്ഞ് അംഗഭംഗമുള്ളതായി ജനിച്ചപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്തു. Jesus said, blessed are they that mourn, for they shall be comforted. എന്നാൽ യേശു പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. You know why? Because only Bible, only the teachings of Christ says this is a saint planet. Like the philosophers saying, this is not going to be a utopia anymore. Every time you see tragedies, every time you see war, every time you hear about the earthquake, please understand, this is a saint planet. This is a cursed planet. This is not going to be our permanent place. Praise the Lord. God is preparing something very good for us. That is the Christian soul. എന്നാൽ ദൈവത്തിന്റെ വചനം മാത്രമേ വ്യക്തമായിട്ട് പറയുന്നുള്ളൂ. ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളും ഈ ലോകത്ത് വന്ന് സംഭവിക്കുന്ന അപകടങ്ങളും ഇവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം വിളിച്ചോതുന്ന ഒന്നേ ഉള്ളൂ. ഇത് പാപത്തിന്റെ കടപുറന്നതായിട്ടുള്ള ലോകമാണ്. ഈ ലോകം മാറ്റപ്പെടേണ്ട ലോകമാണ്. ഇതിനപ്പുറമായി ദൈവം ജനത്തിനു വേണ്ടി നിത്യമായ ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്ന ഏകഗ്രന്ഥം ബൈബിളാണ്. So many people think that they can make something best out of this planet. They can make this a permanent place. ഈ ലോകത്തിന്റെ മുഖച്ചായി അല്പം വ്യത്യാസം വരുത്തിയെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരം പണിയാമെന്നാണ് അനേകരും ചിന്തിക്കുന്നത്. The Bible says, don't believe that. As long as there is tragedy, God is always telling, my dear children, this is not your permanent place. I am going to prepare a place for you. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവിടെ പ്രശ്നങ്ങളുള്ളത്തോളം കാലം പ്രശ്നങ്ങൾ നിറഞ്ഞ ലോകമല്ല നിന്റെ ശാശ്വത ഭവനം, നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നഗരം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. So many times children of God ask this question. അനേക സമയം ദൈവമക്കൾ തന്നെ ചോദ്യം ചോദിക്കാറുണ്ട്. God, I know pain is good. കർത്താവ്, എനിക്കറിയാം വേദന നല്ലതാണെന്ന്. I know this is a stained planet. എനിക്കറിയാം ഇത് പാപത്തിന്റെ കടപുരണ്ട ലോകമാണെന്ന്. I know there are problems that will occur in this ഈ planet. ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം പ്രശ്നം ഉണ്ടാകുന്നു അറിയാം. But Lord, why me? എന്നാൽ കർത്താവ് ഒരു ദൈവമായി എനിക്കെന്തുകൊണ്ടാണ് Why this problem to me? എന്തുകൊണ്ട് എന്റെ ജോലി പ്രശ്നം I am coming to the church daily. I am reading the Bible. I am a born again person. Why this problem to me? ഞാൻ ദൈവത്തിൽ വരുന്ന വ്യക്തിയാണ്, ആരാധനയ്ക്ക് സംഭവിക്കുന്ന വ്യക്തിയാണ്, ഞാൻ സാക്ഷി പറയുന്ന വ്യക്തിയാണ്, ദൈവജനം പഠിക്കുന്ന വ്യക്തിയാണ്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു? But imagine, suppose God heals every person, every born again person when he prays to him. അതിന്റെ മറുവശം നിങ്ങളൊന്ന് ചിന്തിക്കുക. ലോകത്തിലുള്ള സകല ദൈവമക്കളുടെയും ജീവിതത്തിലെ സകല രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കുന്നു എന്നിരിക്കട്ടെ. And he does not heal those people who are not born again. അതേസമയം തന്നെ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നില്ല എന്നിരിക്കട്ടെ. In a few years everybody will be born again. എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ചുരുക്കം ചില വർഷത്തിനുള്ളിൽ ലോകത്തിലെ സകല മനുഷ്യരും രക്ഷിക്കപ്പെടും. They are not born again because they love God, but they are born again because they want to get healing. കാരണം എന്താണെന്ന് അറിയാമോ? അവർ രക്ഷിക്കപ്പെട്ടത് യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല, പിന്നെയോ രക്ഷിക്കപ്പെട്ടാൽ മതി, സൗഖ്യം കിട്ടാമെന്ന് നമുക്ക് മനസ്സിലായി, അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടും. That sort of an adoration is not what God is expecting from us. എന്നാൽ അങ്ങനെയുള്ള ആരാധനയല്ല മനുഷ്യരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. Our relationship with God should not be based on such flimsy incidents. അങ്ങനെയുള്ള അംശമായ അല്ലെങ്കിൽ തുച്ഛമായ കാര്യങ്ങളുടെ മേൽ പണിതുയർത്തതായിരിക്കരുത് ക്രിസ്ത്യൻ ജീവിതം. If God heals your toothache, He is a good God. If God doesn't heal your knee pain, you run away from Him. നിന്റെ പല്ലുവേദന മാറ്റുന്ന ദിവസം നീ ദൈവത്തെ സേവിക്കും, നിന്റെ മുട്ടിന് വേദന പോകാത്ത ദിവസം ദൈവത്തെ ശപിക്കും. That is not the relationship
relationship that God expects from us. അതല്ല ഒരു ദൈവത്തിന്റെ പൈതലുള്ള ദൈവമായിട്ടുണ്ടായിരിക്കേണ്ട So if God heals only those people who are born again people, then the adoration or the prayer that comes from such hearts is not a genuine one. രക്ഷിക്കപ്പെട്ട സകലരുടെയും ജീവിതത്തിലെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കാൻ തുടങ്ങിയാൽ ആളുകൾ ദൈവത്തെ സ്മരിക്കുന്നതിന്റെ ഏക ഉദ്ദേശം രോഗസൗഖ്യം പ്രാപിക്കാനുള്ളതാണ്. And the Bible says, especially God says, as long as you are born again, you will have problems in this world because the world system will make you a target more and more. എന്നാൽ ദൈവത്തിന് അവന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വഴിയിലൂടെ പറഞ്ഞിട്ടുണ്ട്, നീ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ തീരുകയല്ല പിന്നെയോ, നീ രക്ഷിക്കപ്പെടുന്നതിന് ശേഷം എന്റെ പ്രശ്നങ്ങൾ കൂടുവാനാണ് സാധ്യത, കാരണം ലോകവും നിനക്കെതിരായിട്ട് തിരിയും. But at the same time, God is not a sadist who likes his people to suffer. എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. തന്റെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് ആ സന്തോഷിക്കുന്ന ഒരു ദുഷ്ടനല്ല ദൈവം. What is the answer of Bible to this problem? ഈ പ്രശ്നത്തിന് എന്താണ് ദൈവത്തിന് വേണ്ടുന്ന മറുപടി? As the world is only a temporary abode for us, ഈ ലോകം ഒരു ക്ഷണികമായ ഭവനമാകുന്നതുകൊണ്ട് the body also is only a temporary phenomenon. നമ്മുടെ ഈ ശരീരം തന്നെ ഒരു ക്ഷണികമായ ഒരു താൽക്കാലികമായ ഒരു കാര്യമാണ്. When you ask for body's healing, God may not immediately respond. ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടൻ തന്നെ മറുപടി കിട്ടുന്നില്ല. But that does not mean that God does not answer your prayer. അതിന്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെന്നല്ല. God is trying to touch something which is inside you more precious than your body. ദൈവം നിങ്ങളുടെ ശരീരത്തെക്കാൾ വിലയേറി ഒന്നിനെ കുറിച്ച് ബോധവാനാക്കുകയാണ്. And make you a better specimen in this world. നിന്നെ ഈ ലോകത്തിൽ ഒന്നുകൂടെ കൊള്ളാവുന്ന ഒരു സാക്ഷിയാക്കിനെയും രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. The atheists and the people who do not believe in God will think only in terms of a body. If your body is sick and you are going to die, that's the end of it. ആ ഒരു നിരീശ്വരവാദിയാണെങ്കിൽ ഒരു രോഗിയെ കണ്ടാൽ ഇവർ രോഗം പിടിച്ചിരിക്കുന്നു, ഇവർ നാളെ മരിക്കുമല്ലോ എന്നുള്ള ചിന്തയാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. But Christian concept is you have something greater than your body inside. എന്നാൽ ദൈവത്തിന്റെ വഴിയെ സംബന്ധിച്ചോളം അവൻ ഇപ്പോഴായിരിക്കുന്ന ഈ അക്ഷരികമായ ശരീരത്തെക്കാൾ അപ്പുറമായിട്ട് മറ്റൊന്നുണ്ടെന്ന് അറിയാം. That is what God is more concerned about. അതിനെയാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. Jesus Christ said, don't bother about your people who can kill your body. എവനാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. But be afraid of a person who has got the power to cast your soul into hell. എന്നാൽ അതിന് പകരമായി നിന്റെ ആത്മാവിനെ നിത്യനരകത്തിൽ അറിയുവാൻ കഴിവുള്ളവരെ ഭയപ്പെടുക. So whenever you pray with your sickness, don't think God is not doing something. God is capable of doing something more to your soul by which you can overcome the sickness also. നിന്റെ രോഗത്തിന് വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ മറുപടി കിട്ടിയില്ലെങ്കിൽ ദൈവം നിന്നോട് പിണങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ കോപിച്ചിരിക്കുന്നു അർത്ഥമില്ലവനോ അതിനേക്കാൾ വിലയേറിയ നിന്റെ ആത്മാവിനെ കുറിച്ച് നിന്റെ ബോധവാനാക്കുക. There are best specimens of human life in this world who have been a challenge to whole mankind. There have been people who have passed through the worst tragedies in their life. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ രീതിയിൽ ക്രിസ്തുവിന്റെ സ്നേഹം പ്രതിഫലിപ്പിച്ച് കാണിച്ചിട്ടുള്ള ആളുകൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേകം കഷ്ടതയോടെ കടന്നുപോയിട്ടുള്ള ദൈവത്തിന്റെ മക്കളാണ്. Mary Varghese was a medical student in Christian Medical College Hospital well over 25 years back. 25 വർഷം മുമ്പ് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നു മേരി വർഗീസ് എന്ന സഹോദരി. Once when she went for a cure, the van in which she turned over, in which she traveled overturned, fell into a pond. She broke her spine and she was paralyzed. ആ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ, മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാൻ ടൂറിന് പോയപ്പോൾ ആ വാൻ മറിഞ്ഞൊരു കുളത്തിൽ വീണിട്ട് ആ അപകടത്തിൽ തന്നെ നട്ടെല്ല് ഒടിഞ്ഞു പോയി. 21 years old Mary Varghese became totally paraplegic. 21 വയസ്സുള്ള മേരി വർഗീസ് എന്നാലുള്ള ഈ നല്ല യുവതി ഒട്ടും എഴുന്നേൽക്കാൻ പോലും കഴിവില്ലാതെ നട്ടലൊടിഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ കിടപ്പിൽ കിടക്കുന്ന ഒരു വ്യക്തിയായി മാറി. But she was a believer. എന്നാൽ ആ വ്യക്തി ഒരു വിശ്വാസിനിയായിരുന്നു. She prayed to God. ആ വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. God did not heal her. ദൈവം തന്നെ സൗഖ്യമാക്കിയില്ല. But God did something more in her life. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ദൈവം ചെയ്തു. God strengthened her soul so much that after a few months in her wheelchair she continued her studies. ആ ദൈവം അവളെ ശക്തീകരിച്ചതുകൊണ്ട് ഒരു വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അവൾ അവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം തുടർന്നു. In about 12 years she became the head of the department of physiotherapy and rehabilitation in Christian Medical College Hospital, Vellore. ഏകദേശം 12 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫിസിക്കൽ തെറാപ്പിയുടെയും റീഹാബിലിറ്റേഷന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് ഈ നടക്കാൻ വയ്യാത്ത യുവതി മാറി. She used to go in wheelchair to see her patients. തന്റെ രോഗികളൊക്കെ സന്ദർശിക്കാൻ പോകുന്നത് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ്. When the patients see her in the wheelchair, they get more encouraged. ആ വീൽ ചെയറിൽ വന്ന് ഡോക്ടറെ കാണുമ്പോൾ തന്നെ രോഗികൾക്ക് ഒന്നുകൂടെ ആത്മവിശ്വാസം ഉണ്ടാകുകയാണ്. She was such a source of comfort to so many people. അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസ കേന്ദ്രമായിട്ട് Many times in her autobiography she writes, "Good God made me a paralytic." തന്റെ ആത്മകഥ നമ്മൾ വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, എന്നെ ഇങ്ങനെ ഒരു നടുവൊടിഞ്ഞ് സ്ത്രീയാക്കി അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്തവളാക്കി തീർത്തതുകൊണ്ട് ദൈവത്തിന് മഹത്വമെന്ന്. Johnny Erickson was a very famous diver.
നമുക്കറിയാവുന്ന അമേരിക്കയിൽ തന്നെയുള്ള ജോണി എറിക്സൺ എന്ന് പറയുന്ന നാട്ടിലുള്ള യുവതി വളരെ പ്രസിദ്ധിയായ ഒരു മുങ്ങൽ വിദഗ്ധയായിരുന്നു. In the peak of her career, she fractured her neck bone and became a quadriplegic. എന്നാൽ ഒരിക്കൽ അവളിങ്ങനെ മുങ്ങുമ്പോൾ ഡൈവ് ചെയ്യുമ്പോൾ അവളെ കഴുത്തൊടിഞ്ഞിട്ട് അവളുടെ ശരീരം മുഴുവൻ തളർന്ന അവസ്ഥ. Below the neck, she cannot feel anything. അവളെ ഈ കഴുത്തിന് താഴെയായ തോട് മുതൽ താഴോട്ട് അവളുടെ ശരീരത്തിൽ യാതൊരു ഒന്നും അനുഭവിച്ചറിയാനുള്ള ആ ശക്തി. But you know, the name of Johnny Erickson inspires confidence into millions of people around the globe. എന്നാൽ ഈ സ്പർശന ശേഷിയില്ലാത്ത ഈ യുവതി എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉള്ളിലേക്കാണ് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നത് അറിയാമോ? She started painting with her own lips. കാരണം അവൾ holding the brush in her lips. ഒരു വായിൽ ബ്രഷ് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ വാ കൊണ്ട് പെയിന്റ് വരയ്ക്കാൻ. Please read her life story. It is available. Johnny Erickson's life story. ഇവിടെയുള്ള സകല ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോറുകളിൽ അവരുടെ ജീവിതം വാങ്ങിക്കാൻ കിട്ടുന്ന ദയവായി നിങ്ങൾ അത് വായിച്ചില്ലെങ്കിൽ വായിച്ചു. Some of the best specimens of mankind have passed through the worst tragedies. ഈ ലോകത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിച്ചിട്ടുള്ളതിന് ഏറ്റവും ഉന്നതമായ നിലയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിച്ചിട്ടുള്ളത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളോടെ കടന്നുപോയിട്ടുള്ള ദൈവങ്ങളാണ്. What would have happened if Johnny Erickson was an atheist? ഞാൻ ചോദിക്കട്ടെ, ഈ ജോണി എറിക്സന് ഒരു വിശ്വാസിനിയായിരിക്കുന്നതിന് പകരം ഒരു നിരീശ്വരവാദിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ She would have died in despair long back. അവൾ നിരാശയുടെ അടുത്തത്തിലേക്ക് മുങ്ങിപ്പോയിട്ട് അനേക നാളുകൾ മുമ്പേ ഈ ലോകത്തോട് യാത്ര What പറഞ്ഞു. would have happened to Mary Varghese if she's not a believer in God? ഈ മേരി വർഗീസ് പറയുന്ന സഹോദരി, മലയാളി സഹോദരി ഒരു വിശ്വാസിനി അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? She would not have been a source of inspiration to other people. ആരുടെയും ജീവിതത്തിൽ ആശ്വാസത്തിന്റെ ഒറ്റ വാക്ക് പോലും അവളുടെ വായിൽ നിന്ന് കേൾക്കില്ല. They also prayed for healing. അവരും ലോകസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. God heard their prayers. ദൈവയുടെ പ്രാർത്ഥന കേൾക്കുന്നു. God probably did not heal them as they wanted. എന്നാൽ അവർ ആഗ്രഹിച്ച പോലെ ദൈവം സൗഖ്യമാക്കി. But God did something more to their souls, brother. എന്നാൽ സൗഖ്യമാക്കുന്ന ശാരീരിക സൗഖ്യത്തെക്കാൾ ഉന്നതമായ ഒരു അനുഗ്രഹം അവിടെ ആത്മാക്കളുടെ God put so much confidence in their souls that they overcame their sickness, overcame their disability, overcame their problems, and they not only became a blessing to themselves, but they became a blessing all over the world. അവരുടെ ഉള്ളിലിരുന്നുകൊണ്ട് പതഞ്ഞു പോകുന്നതായ ആത്മവിശ്വാസം, ദൈവസ്നേഹത്തിനും ദൈവം നൽകി ഉറപ്പിൽ നിന്ന് ഉരുത്തിരിയുന്നതായ ആത്മവിശ്വാസം അവർക്ക് മാത്രമല്ല മറ്റനേകായിരങ്ങൾക്ക് ഒരു ഉത്തേജനത്തിന് മുഖാന്തരമായി തീർന്നു. You know, people go to healing meetings. അനേക ആളുകൾ രോഗശാന്തി ക്രൂസൈഡിൽ വേണ്ടി പോകാറുണ്ട്. I firmly believe that God will heal. ആ ദൈവം രോഗികളെ അവിടെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. I know there are people who are healed. They are shown in the TV. They are printed in the glossy magazines, advertised all over the world. അങ്ങനെ പോയിടത്തൊക്കെ രോഗസൗഖ്യം കിട്ടിയവരുടെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്, മാർക്കിലൊക്കെ പടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. But my heart always goes with the people who go to healing meetings and don't get healed. എന്നാൽ ഞാൻ ചിന്തിക്കാറുള്ളത് ഇങ്ങനെയുള്ള മീറ്റിങ്ങൾക്ക് പോയിട്ട് രോഗസൗഖ്യം കിട്ടാതെ പറഞ്ഞു വരുന്ന ആളുകളെ കുറിച്ച്. What happens to those people who go without healing? ആ രോഗസൗഖ്യം കിട്ടാതെ മടങ്ങിപ്പോയിട്ട് എന്ത് സംഭവിച്ചു? Did God pass by them? ദൈവം അവരെ മറികടന്ന് പോയെന്നാണ് അർത്ഥം. Was their faith more weaker? അവരുടെ വിശ്വാസത്തിന് ആഴമില്ലായിരുന്നു എന്നാണ് അർത്ഥം. God a respecter of persons that he heals some people and he does not heal other people? അതോ ദൈവം മുഖം നോക്കുന്നവരാണോ? ചിലരെ സൗഖ്യമാക്കി മറ്റു ചിലരെ സൗഖ്യമാക്കാതിരിക്കും. What is God expecting from such people? ഇങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? This is what has been going in my heart. ഇതാണ് എന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത. Brother and sister, tonight I want to tell you something. ഇന്ന് രാത്രികാല സഹോദര സഹോദരന്മാരെ ഞാനൊരു കാര്യം പറയട്ടെ. Lord Jesus said, blessed are they that mourn, for they shall be comforted. യേശു പറഞ്ഞു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം. If you are mourning, God will comfort you. ഇന്ന് രാത്രികാലം ദുഃഖിക്കുന്നവരാണെങ്കിൽ ദൈവം തീർച്ചയായും നിന്നെ ആശ്വസിപ്പിക്കും. But this world will continue to give problems. ഈ ലോകം തുടർന്ന് നിനക്ക് പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കും. Everybody who gets healed will have to face death one day or other. അത് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് കർത്താവിനെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും നീ ഒരിക്കൽ മരണത്തെ But if God touches your soul, എന്നാൽ ഇന്ന് രാത്രികാലം ദൈവം നിന്റെ ആത്മാവിനെ God put confidence into your soul. ഇന്ന് നിന്റെ ആത്മാവിൽ ദൈവം ഒരു വിശ്വാസം That is the better healing that God അതാണ് can. നിനക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല രോഗസൗഖ്യം. So never say that, oh, God didn't touch me at all. അതുകൊണ്ട് ഒരിക്കലും പറയില്ല ദൈവം എന്നെ തൊട്ടില്ലല്ലോ എന്ന്. Only in Christian concept we find this particular aspect that our soul is more important than body. So even if our body suffers pain, God can still work in our life. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്ത്യമതം മാത്രമാണ് ശരീരത്തെക്കാൾ വലിയൊരു ആത്മാവ് ഉള്ളിൽ കൊണ്ടെന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരം ക്ഷയിച്ചു പോയാലും ആത്മാവിന് സൗഖ്യമുണ്ടെങ്കിൽ അതാണ് വലിയ കാര്യം എന്ന് പഠിപ്പിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. Another important contribution that Christianity has to offer is the death of Jesus Christ on the cross. ഈ ക്രിസ്ത്യാനിത്വ ഈ ലോകത്തിന് വലിയ ഏറ്റവും വലിയ സംഭാവന യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച ചിത്രമാണ്. You know, so many people say that the pale body writhing in pain on the cross is a sign of defeat for Christians. What good will come out of a God who died so helplessly on the cross? അനേകരും ആ ക്രൂശിന്മേൽ കിടക്കുന്നതായ ആ രൂപത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഓ ക്രിസ്തീയ ലോകം പരാജയപ്പെട്ടു എന്നുള്ളത് പരാജയത്തിന്റെ ചിത്രമാണ് ആ ക്രൂശിന്മേൽ കാണുന്നത്. വേദന സഹിച്ചുകൊണ്ട് പിടഞ്ഞു മരിച്ച ദൈവത്തിന് മറ്റു മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? But I tell you, the death of Christ on the cross is the cornerstone of Christian faith. It has instilled confidence in millions of people all over the world. എന്നാൽ ഞാൻ പറയട്ടെ, ക്രൂശിന്മേൽ എനിക്ക് വേണ്ടി വേദന ഏറ്റു മരിച്ച യേശുവിന്റെ ചിത്രമാണ് ഒരു ദൈവത്തിന്റെ പൈതൽ
his death, Jesus has dignified pain. കാരണം എന്താണെന്നറിയാമോ? യേശു വേദന സഹിച്ചുകൊണ്ട് മരിച്ചപ്പോൾ വേദനയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന്, യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അവൻ ക്രൂശിന്മേൽ Pain വെളിപ്പെടുത്തുകയാണ്. is not always due to sin. ആ പാപം എന്നും വേദന എന്നും പാപത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതല്ല. Jesus suffered the worst pain on the cross. ലോകത്തിൽ ഒരു മനുഷ്യനും സഹിച്ചിട്ടില്ലാത്ത വേദനയാണ് യേശു ക്രൂശിന്മേൽ. So when you suffer pain, you need not have a guilty feeling in this world. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നീ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ നിനക്ക് ഒട്ടും തന്നെ കുറ്റബോധം When you ഉണ്ടാകണം. have a serious disease, don't think that you have to feel guilty about. ഇന്ന് രാത്രികാലം തീരാത്ത രോഗത്തിന് നീ അടിമയാണെങ്കിൽ ഒരാളും നിന്നെ കുറ്റം വിധിക്കാൻ നീ അനുവദിക്കരുത്. You understand, Jesus suffered pain. He did not do any sin. He dignified, he glorified pain actually. കാരണം യേശു ക്രൂശിന്മേൽ ആരും സഹിച്ചിട്ടില്ലാത്ത അതിവേദന സഹിച്ചുകൊണ്ട് മരിച്ചത് അവൻ ജീവിതത്തിൽ പാപം ചെയ്തിട്ടല്ല. Then you know, when so many religions in this world say that pain is only a maya, pain is something which is only an illusion. Jesus said pain is real. He came into the world as a man. He lived like a man. He went through the entire spectrum of human pain and suffering, and he died on the cross in agony, just to say that he has felt every ounce. He has tasted every ounce of pain for you and me. ലോകത്തിലെ അനേക മതങ്ങളും അവരുടെ ദൈവങ്ങളും വേദന എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ അനുഭവമല്ല, അത് കേവലം ഒരു ധാരണ മാത്രമാണെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ യേശു മാത്രമേ ഉള്ളൂ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് വേദന യഥാർത്ഥമാണ്, ഞാനും നീ അനുഭവിക്കുന്ന വേദനയുടെ യഥാർത്ഥ അളവെന്താണെന്ന് സ്വന്തം ശരീരത്തിന്റെ മേൽ അനുഭവിച്ചറിഞ്ഞിട്ട് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ചവനവൻ മാത്രമാണ്. And you know that God whom you worship, understand, suffered this pain. That is a great consolation in our life. ഞാനും നീയും സേവിക്കുന്ന ദൈവം നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിച്ചവരാണല്ലോ എന്നുള്ള ആ ബോധം നമ്മെ ഭരിക്കുമ്പോൾ അത് തന്നെ നമുക്ക് വളരെ ആശ്വാസം തരുന്നു. Jesus said, blessed are they that mourn, for they shall be comforted. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം I ലഭിക്കും. have heard with my own ears people who are writhing in pain told me, when I may start meditating about Jesus on the cross, my pain all disappears. വേദനയിൽ കുറയുന്ന അനേകർ എന്നോട് സ്വന്തം വായാൽ പറഞ്ഞിട്ടുണ്ട്, എത്ര വലിയ വേദനയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും യേശു ക്രൂശിന്മേൽ എനിക്ക് വേണ്ടി സഹിച്ച വേദനയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എന്റെ വേദനകൾ അപ്രത്യക്ഷമാകുന്നുവെന്ന്. To the person who suffers, Christianity also offers one more comfort. വേദനയുടെ കടന്നു പോകുന്ന വ്യക്തിക്ക് മറ്റൊരു ആശ്വാസത്തിന്റെ മാർഗം കൂടെ ക്രിസ്ത്യാനിത്വം The death കാണിക്കുന്നു. of Jesus is not the end of the story of Christianity. യേശുക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു എന്നുള്ളതല്ല ആ ചിത്രത്തിന്റെ അർത്ഥം. Jesus did not stay on the cross, he rose up to life again. യേശു എന്നും ആ ക്രൂശിന്മേൽ കിടക്കുകയല്ലായിരുന്നു, അവൻ മരണത്തെ He അതിജീവിച്ചുകൊണ്ട് brought us the possibility of an afterlife without pain and suffering. വേദനയും കഷ്ടപ്പാടുകളില്ലാത്ത ഒരു ജീവിതം, ഒരു പുനരുദ്ധാരത്തിന്റെ ജീവിതമുണ്ടെന്ന് സ്വന്തം ജീവിതത്തോടെ കാട്ടിത്തന്നവനാണ്. Only Jesus Christ went through death and came back life, telling us that all the pain that we suffer is only temporary. We have a world without pain and problems. യേശു മാത്രമേ ഉള്ളൂ ജീവിതത്തിലൂടെയും മരണത്തിന്റെയും അനുഭവത്തിലൂടെ കടന്നുപോയിട്ട് മടങ്ങി വന്ന് മരണത്തെ അതിജീവിച്ച് മടങ്ങി വന്നിട്ട് നാം ഇന്ന് അനുഭവിക്കുന്ന ആയിട്ടുള്ള വേദനകളും കഷ്ടപ്പാടുകളും താൽക്കാലികമാണ് എന്ന് തെളിയിക്കുന്നവനവന് മാത്രമേ ഉള്ളൂ. You know what St. Paul says? All the trouble, all that affliction we have in the present world is but for a moment, but it worketh for us a great eternal weight of glory. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഒരു നേരത്തേക്കുള്ള ഞങ്ങളുടെ ആ അത്യന്തം ലഘുവായ കഷ്ടം ആ നിത്യതേജസ്സിന് അനവധിയായ ആ ധനത്തിന്റെ മൂലകാരണമായി തീരുന്നു. You know, suppose somebody says you suffer for 1 second, then your whole life you will not have suffering. We will all accept, isn't it? ആരെങ്കിലും പറയുകയാണെന്ന് ഇരിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷം നീ കഷ്ടം അനുഭവിച്ചാൽ പിന്നെ നിന്റെ ആയുസിൽ നിന്ന് കഷ്ടം അനുഭവിക്കേണ്ടി വരത്തില്ല എന്നൊരു വ്യക്തി പറഞ്ഞ് നമ്മൾ We അംഗീകരിക്കും. all will agree to that. തീർച്ചയായും നാം അംഗീകരിക്കും. Because you know, women sometimes undergo that suffering during childbirth. They bring a child and they become happy. കാരണം നമുക്കറിയാമല്ലോ, സ്ത്രീകൾ പ്രസവ സമയത്ത് അതിവേദന കൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ ഒരു കുഞ്ഞിനെ, ലോകത്തിൽ ജനിച്ച കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അവരെ വേദന മറക്കാറുണ്ട്. So many times the pain of injection is so trivial, so short lasting, but after that it gives a long lasting relief. നമുക്കറിയാം, പലപ്പോഴും കുത്തിവെച്ചാൽ നമുക്കെല്ലാം പേടിയുള്ള സംഗതിയാണെങ്കിലും ആ അല്പനേരത്തെ ആ വേദന സഹിച്ചാൽ അനേക നാളത്തെ സൗഖ്യമാണ് കിട്ടുക. Suppose somebody offers you 1 second of pain and you have a long life of comfort. ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളോട് പറയുകയാണെന്നിരിക്കട്ടെ, ഒരു നിമിഷം വേദന സഹിച്ചാൽ പിന്നെ ശിഷ്ടായുസ് മുഴുവൻ നിങ്ങൾക്ക് വേദനയില്ലാതെ ജീവിക്കാമെന്ന്, How happy we will be. നമ്മളെല്ലാം എത്ര That is സന്തോഷത്തോടെ what Jesus has started. അതാണ് യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. Compared to the eternity, our life in this world is very microscopic. വരുവാനിരിക്കുന്ന നിത്യമായി താരതമ്യപ്പെടുത്താൽ ഈ ലോകത്തിലെ ജീവിതം ഒരു ക്ഷണം നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. Just imagine, in the eyes of God it is said 1000 years are like one day. നമ്മൾ ദൈവത്തിന് വനം തന്നെ പറയുന്നു, 1000 വർഷം ഒരു ദിവസം പോലെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. So suppose a man lives 80 years, it means he lived only 2 hours in the sight of God. ഒരു മനുഷ്യൻ എങ്ങനെയാണെങ്കിൽ 80 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചാൽ ആ കണക്ക് വെച്ച് നോക്കിയാൽ ദൈവദൃഷ്ടിയിൽ അവൻ 2 മണിക്കൂറേ ജീവിച്ചു. Just 2 hours only we lived. നമ്മൾ 2 മണിക്കൂറാണ് നമ്മൾ ജീവിച്ചോളൂ. And in the 2 hours a fraction only we have suffered.
2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ കഷ്ടം അനുഭവിച്ചു. But what does God offer? എന്നാൽ ദൈവം അതിന് A പ്രതിഫലമായി long life of eternity He offers. നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ജീവിതമാണ് You ദൈവം know, തന്നിരിക്കുന്നത്. people say, I don't believe in God. God was given suffering to me. അനേക ആളുകൾ പറയും ഞാൻ ഈ ദൈവത്തെ സേവിക്കത്തില്ല, ദൈവം എന്നെ കഷ്ടത്തിലൂടെ കടത്തിവിടുന്നു. But brother and sister, look what Jesus has to offer to you. എന്നാൽ ഇന്ന് രാത്രിക്കാലം യേശു നിനക്ക് നൽകുന്ന വാഗ്ദത്തം നോക്ക്. This world is but temporary. ഈ ലോകം ക്ഷണികമാണ്, This body is but temporary. നിന്റെ ശരീരം ക്ഷണികമാണ്, This suffering is but temporary. നിന്റെ വേദന താൽക്കാലികമാണ്. Jesus said, blessed are they that mourn, for they shall be comforted. എന്നാൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. Comforted, why? Because this world is temporary. എന്തുകൊണ്ടാണ് അവർക്ക് ആശ്വാസം ലഭിക്കുന്നതെന്ന് അറിയാമോ? ഈ ലോകം ക്ഷണികമാണെന്ന് Your പറയാമോ? body is temporary. നിന്റെ ശരീരം Your താൽക്കാലികമാണ്, sufferings are temporary. നിന്റെ വേദന You താൽക്കാലികമാണ്. will be comforted for a lifelong eternity, brother. എന്നാൽ നിത്യതയോളം നിനക്ക് ആശ്വാസം നിനക്ക് വേണ്ടി ദൈവം This ഒരുക്കിയിട്ടുണ്ട്. is what Jesus has to offer to us. അതാണ് യേശു എനിക്ക് നിങ്ങൾക്ക് തന്ന വാഗ്ദത്തം. Maybe for a short time we will suffer. അല്പനേരത്തെ കഷ്ടം സഹിച്ചെന്ന് വരാം. You know, in the story of Martha and Lazarus, Mary, Martha, Lazarus. ആ മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും കഥ നമുക്ക് അറിയാമല്ലോ. When we read the story, we are very happy. നമുക്ക് ആ കഥ വായിക്കുമ്പോൾ സന്തോഷമുണ്ട്. Jesus came, brought Lazarus out of the grave. കാരണം യേശു വന്ന് ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. But I want to listen to you one important thing in the story. I will close here. എന്നാൽ ഞാൻ എന്റെ ആലോചന അവസാനിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം നിങ്ങളോട് പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. Lazarus died. ലാസർ മരിച്ചു. Mary and Martha had invited Jesus before that. He did not come. ആ മരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് മറിയും മാർത്തയും യേശുവിനെ ഭവനത്തിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ യേശു വന്നില്ല. First day he didn't come. ഒന്നാമത്തെ ദിവസം വന്നില്ല, Second day he didn't come. രണ്ടാമത്തെ ദിവസം വന്നില്ല, Third day he didn't come. മൂന്നാമത്തെ ദിവസം വന്നില്ല. In all these 3 days, what would have Mary and Martha thought? കഴിഞ്ഞ 3 ദിവസവും മാർത്തയുടെയും മറിയുടെയും മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്തകൾ What all എന്തൊക്കെയാണ്? problems would have crossed their mind? എന്തൊക്കെ ചിന്തകൾ അവരുടെ മനസ്സിൽ കൂടെ What കടന്നുപോയിട്ടുണ്ടാകും? all bitter feelings they would have had to Jesus? എത്ര കയ്പിന്റെ വിചാരങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ Oh, കൂടെ many കടന്നുപോയത്? times he came before us and stayed in our house. Now for an emergency he did not come. അവർ പറഞ്ഞു നല്ല സുഖകാലത്ത് എത്രയോ വീട്ടിൽ നിന്ന് താമസിച്ചവനാണ്, ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ യേശു He മറന്നു. sent word, but he did not come. ഞാൻ വരണമെന്ന് വാക്ക് കൊടുത്ത് അയച്ചോടെ എന്നിട്ടും വന്നില്ലല്ലോ. You know, Lazarus is our only brother, only hope, but still he did not come. ഈ വീട്ടിലെ ഏക പുത്രനാണ് ലാസർ എന്നവൻ അറിയാമായിട്ട് അവൻ വരാതിരുന്നത്. 3 days of bitterness in their heart. 3 ദിവസമായി കയ്പിന്റെ ചിന്തകൾ മനസ്സിൽ On കുമിഞ്ഞുകൂടുകയാണ്. the 4th day Jesus came. എന്നാൽ 4ാമത്തെ ദിവസം യേശു വന്നു. 4th day Jesus came. 4ാമത്തെ ദിവസം യേശു വന്നു. For Mary and Martha it would have been 3 days of waiting. ആ മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിൽ നോക്കുമ്പോൾ 3 ദിവസം അവർ കാത്തിരുന്നു. In your life it may be 3 years of waiting. എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 3 വർഷമായിരിക്കും, 30 years of waiting. ചിലപ്പോൾ 30 But വർഷമായിരിക്കും. understand, Jesus will come one day. എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. യേശു He ഒരിക്കൽ will wipe your tears one day. യേശു വന്നൊരിക്കൽ എന്റെ കണ്ണുനീർ The problems and questions that pass through Martha and Mary's mind may be crossing your minds tonight. മാർത്തയുടെയും മനസ്സിലും മറിയുടെയും മനസ്സിലും കടന്നുപോയ ചിന്തകൾ തന്നെയായിരിക്കാം നിങ്ങളുടെയും But മനസ്സിൽ. he will come one day. എന്നാൽ യേശു വരും. When you suffer in this world, ഈ ലോകത്തിൽ നിങ്ങൾ കഷ്ടത you അനുഭവിക്കുമ്പോൾ know how the heaven looks at you. സ്വർഗം എങ്ങനെയാണ് നിങ്ങളെ വീക്ഷിക്കുന്നതെന്ന് അറിയാമോ? When we have some boils, when we have some cancers, when we have arthritis, when we have diabetes, we think we are sick people in this world. നമ്മൾ ഈ ലോകത്തിന്റെ ദേഹത്തൊന്ന് ചൊറി പിടിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടായാൽ ഉടൻ നമ്മളെല്ലാം നമ്മളെ തന്നെ രോഗികളെന്ന് മുദ്രയടിക്കും. But you know what heaven considers as a sick person? എന്നാൽ സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ രോഗി ആരാണെന്ന് അറിയാമോ? A sick person is one who does not do any work for promoting the kingdom of God. ദൈവത്തിന്റെ വചനപ്രകാരം യഥാർത്ഥത്തിൽ രോഗിയായ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാത്തവനാണ്. There are so many Christians here in all the churches who think they are perfectly healthy. Their cholesterol is normal, blood sugar is normal, ECG is normal, X-ray is normal. They think they are fine, first class Christians. ഈ നമ്മുടെ സഭകളിലുള്ള ഭൂരിഭാഗം ക്രിസ്ത്യാനികളും മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് ആ കൊളസ്ട്രോൾ ഒക്കെയാണ്, ഡയബറ്റിസ് ഇല്ല, ആ ഹൃദയത്തിന്റെ ഇടിപ്പൊക്കെ കണക്കിനാണ് എന്നെല്ലാം പറഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയാണെന്ന് But they ആശ്വസിക്കുന്നു. don't move their little finger for the extension of God's kingdom. എന്നാൽ ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി ചെറുവിരൽ പോലും അനക്കുകയില്ല. The world will say you are a healthy person. ലോകം നിങ്ങളെ മുദ്രയടിക്കും, നിങ്ങൾ നല്ല But ആരോഗ്യവാന്മാരാണ്. you know what God will say? എന്നാൽ ദൈവം എന്ന് പറയുന്നത് He അറിയാമോ? will put you in the seriously and dangerously ill list group. നിങ്ങൾ സീരിയസ് ആയിട്ട് രോഗികളാണ് എന്നാണ് ദൈവം നിങ്ങളെ മുദ്രയടിക്കുക. Jesus will look at you. കർത്താവ് നിങ്ങളെ നോക്കും. What is wrong with him? നിങ്ങൾക്ക് എന്താണ് അസുഖം? Angels will look at you. ആ രോഗികൾ നോക്കും, ഭൂതന്മാർ നോക്കും. What is wrong with you? നിങ്ങൾക്ക് എന്താണ് അസുഖം? He seems to be very sick. അവൻ വളരെ രോഗിയാണ്, He doesn't do anything. അവനൊന്നും ചെയ്യാൻ Put കഴിയില്ല. him in the dangerous list, they will say. അവനെ സീരിയസ് കണ്ടീഷനിലുള്ളവരുടെ പേരിൽ ഉൾപ്പെടുത്തുക എന്ന് പറയും. Because only a sick person cannot work. കാരണം എന്താണെന്ന് അറിയാമോ? അപ്പുറം രോഗത്തിന്റെ മൂർത്തന്യാവസ്ഥയിലിരിക്കുന്ന വ്യക്തിക്കാണ് ഒന്നും ചെയ്യാനൊക്കെ. Because heaven knows there are people whom the world brands as sick people. But in their sick bed, in their sickness, in their adversities, in their problems, they continue to work for God and add souls to the kingdom of God. കാരണം ലോകത്തിന് തീരാരോഗത്തിന്റെ അനുഭവത്തോടെ കടന്നു പോകുമ്പോഴും രോഗക്കിടക്കയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന അനേക ക്രൈസ്തവരുണ്ട്. There is a girl called Annie Johnston Flint.
ആനി ജോൺസൺ ഫ്ലന്റ് എന്ന് പറയുന്ന ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കഥ ഞാൻ She കേട്ടു. lost her father and mother at 3 years of age. 3 വയസ്സുള്ളപ്പോൾ അവരുടെ മാതാവും പിതാവും നഷ്ടപ്പെട്ടു. She became a rheumatic patient at 12 years of age. 12 വയസ്സുള്ളപ്പോൾ അവർ വാതരോഗിയായി മാറി. She became bedridden at 16 years of age. 16 വയസ്സായപ്പോൾ കിടക്കയിൽ എഴുന്നേൽക്കാൻ വയ്യാത്ത She അവസ്ഥയിലായി. became almost sort of a totally confined to bed by about in her teenage. അവിടെ ടീനേജ് പ്രായത്തില് നല്ല യൗവന പ്രായത്തില് കിടക്കയിൽ എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. 21st year she became blind. 24ാമത്തെ വയസ്സായപ്പോൾ 21st year. 21ാമത്തെ വയസ്സിലൂടെ കണ്ണിന്റെ കാഴ്ച She died at 24 years with full of bed sores on her body. 24 വയസ്സായപ്പോൾ ദേഹം മുഴുവൻ വ്രണങ്ങൾ കെട്ടിൽ കിടന്ന് വ്രണങ്ങൾ പിടിച്ചവൾ മരിച്ചു. An orphan, a paralytic, an arthritic, an incontinent, a blind girl dying at 24 years. നോക്കുക, അപ്പനും അമ്മയില്ലാത്ത അഗതിയായ പെൺകുട്ടി 12 വയസ്സായപ്പോൾ വായതുരോഗം പിടിച്ചവള്, 21ാമത്തെ വയസ്സിൽ കണ്ണിന്റെ നഷ്ടപ്പെട്ടവള്, 24ാമത്തെ വയസ്സിൽ ശരീരം നിറച്ച് വ്രണവുമായിട്ട് മരിച്ചവൾ. The world will say she is a sick person. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇവളെ പോലെ രോഗി ഉണ്ടായിട്ടില്ല. But while the pain of arthritis was tormenting her, she used to compose hymns and ask some people to write those songs she composed. എന്നാൽ വാതരോഗത്തിന്റെ വേദന അവിടെ സ്ഥിരാനരമ്പുകളെ കീഴടക്കുമ്പോൾ അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുകയല്ലായിരുന്നുവെന്നെയോ അവർ ദൈവത്തിന് വേണ്ടി അനേകം പാട്ടുകൾ എഴുതി, അത് പാട്ടെഴുതി അതിന് നീളം പറയുവാൻ പാട്ടുകാരുടെ കയ്യിൽ കൊടുത്തവൾ. Whenever anybody comes to visit her, she used to ask other people to sing that song. അനേകം ആളുകൾ അവിടെ കാണാൻ വരുമ്പോൾ ഇവൾ എഴുതി പാട്ടുകൾ പാടി കേൾപ്പിക്കണമേ എന്നവൾ ആവശ്യപ്പെടുന്നു. Many people who have come to visit her on the sick bed heard her songs, given their hearts to Jesus Christ. ഞാൻ പറയട്ടെ, അവളുടെ രോഗത്തിൽ കടന്നു വന്ന് സഹതാപം പറഞ്ഞിട്ട് മടങ്ങിപ്പോകാൻ വേണ്ടി കടന്നു വന്ന അനേകര് ഇവൾ എഴുതിയ പ്രത്യാശയുടെ പാട്ടിന്റെ അടികൾ കേട്ട് അവിടെ വെച്ച് ജീവൻ രൂപാന്തരം പെട്ട് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടാണ് പോയത്. The world will say, the doctors of the world will certify, this is a poor, paralytic, incontinent, blind, hopelessly sick girl. ലോകത്തിലെ ഭിക്ഷക്കരന്മാരെ മുദ്രയടിക്കും. ഓ, കണ്ണിന് കാഴ്ചയില്ലാത്ത വാതരോഗം പിടിച്ച് കട്ടിലെഴുന്നേൽക്കാൻ വയ്യാത്ത തീരാ രോഗിണിയായ യൗവനക്കാരി. But my Jesus will not say about her like that. എന്നാൽ യേശു അവളെ കുറിച്ച് പറയാനുള്ള സാക്ഷ്യമല്ല. My Jesus will say, she is the most healthy person in the whole world. ഈ ലോകം കണ്ടൽ വെച്ച് ഏറ്റവും ആരോഗ്യത്തോടുകൂടെ ഏറ്റവും ഉത്സാഹത്തോടുകൂടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവളാണ് അവള്. Because every day she has been adding souls to the kingdom of God. കാരണം ഓരോ ദിവസവും അവൾ അനേകരെ ദൈവരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തി. Brother and sister, that is the moral of this message. അതാണ് ഇന്ന് രാത്രികാലം ഞാൻ പറയുന്ന ഞാൻ പറഞ്ഞ ഈ ആലോചനയുടെ സംക്ഷിപ്ത രൂപമാണ്. Don't worry whether you are sick or healthy in this world. ഇന്ന് രാത്രികാലം നിന്റെ ശരീരത്തിൽ രോഗിയാണോ സൗഖ്യമുള്ളവനാണോ എന്നുള്ള അല്ല വലിയ It is the master physician who has to give the certificate to you. ആ മുദ്രയടിക്കേണ്ടത് നീ രോഗിയാണോ ആരോഗ്യമുള്ളവനാണോ മുദ്രയടിക്കേണ്ട ലോകത്തിലെ ഭിക്ഷക്കരന്മാരല്ല, പിന്നെയോ സ്വർഗത്തിലെ വൈദ്യനാണ്. Jesus has to say whether you are sick or healthy. യേശു പറയട്ടെ നീ രോഗിയാണോ ആരോഗ്യമുള്ളവനാണോ. And Jesus will say you sick, will certify you sick if you are not working or contributing to ദൈവത്തിന് വേണ്ടി ഒരു കുഴപ്പം മറ്റും ജീവിതം കഴിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീ രോഗിയാണെന്ന് ദൈവം മുദ്രയടിക്കും. Oh, he will call you only a sick person. ദൈവത്തിന് അങ്ങനെ തന്നെ മുദ്രയടിക്കാൻ And കഴിയുകയുള്ളൂ. today you decide to work for God. എന്നാൽ ഇന്ന് രാത്രി കാലം യേശുവിന് വേണ്ടി If you choose to work for God, നിന്റെ ആരോഗ്യം യേശുവിന് വേണ്ടി ചിലർ ask God to give you the grace to work for Him. ഞാൻ രോഗിയായാലും അന്നേരം ഞാൻ ദൈവത്തിനോട് പ്രവർത്തിക്കുന്നത്. Blind people have been God's kingdom builders. അങ്ങനെയുള്ള ആളുകളാണ് ദൈവരാജ്യം വരുന്നവര്. So many sick people have been building up the kingdom of God. അങ്ങനെയുള്ള രോഗത്തോടുള്ള അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ദൈവരാജ്യം വരുന്ന എത്രയോ They are the healthy people. അവരാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ And when you decide to do like that, God will heal you. നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവം He may not heal your body, He will heal your attitude, He will heal your soul, He will make you a best person, brother. നിനക്ക് ശാരീരികമായ സൗഖ്യം നിർവഹിക്കുന്നു വരത്തില്ലെന്നാൽ നിന്റെ ആ വീക്ഷണത്തിന് ദൈവം സൗഖ്യം വരുത്തും, അല്ലെങ്കിൽ നിന്റെ ആറ്റിറ്റ്യൂഡിന് ദൈവം സൗഖ്യം വരുത്തും. നിനക്ക് വലിയ രൂപാന്തരം വരുന്നത് കാണുവാൻ So കഴിയും. whenever you pray, അതുകൊണ്ട് ഇന്ന് രാത്രി കാലം മുതൽ നീ ഇന്ന് പോലെ പ്രാർത്ഥിക്കും. whenever you mourn, എപ്പോൾ നീ കരഞ്ഞാലും whenever you suffer, എപ്പോൾ നീ കഷ്ടതയോടെ കടന്നു പോയാലും you will always get comfort. നിനക്ക് തീർച്ചയായും ദൈവത്തിൽ ആശ്വാസം For some പ്രാപിക്കും. people He will heal the body. ചിലരെ ദൈവം ശാരീരികമായി സൗഖ്യം For കൊടുക്കും. some people He will heal the soul. ചിലരുടെ മനസ്സിനാണ് ദൈവം സൗഖ്യം കൊടുക്കുക. Ultimate aim is you should be His kingdom builder. ദൈവത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ. നാം ശരീരത്തിലിരുന്നാലും നമ്മൾ ആരോഗ്യത്തോടിരുന്നാലും രോഗത്തിനിരുന്നാലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. That is your attitude. Surely you will be comforted this night. അങ്ങനെയാണ് നിന്റെ നിലപാടെങ്കിൽ ഇന്ന് രാത്രി കാലം ദുഃഖിക്കുന്നവനക്ക് ആശ്വാസം ലഭിക്കാൻ Shall we bow down our head and pray? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ He will make your mourning into dance this night. ഓ ഇന്ന് രാത്രി കാലം നിന്റെ നൃത്തത്തെ നിന്റെ വിലാപത്തെ ഒന്ന് He will make your നൃത്തമാക്കി mourning into dance this night. നിന്റെ വിലാപത്തെ ഒന്ന് നൃത്തമാക്കി മാറ്റാൻ പോവുകയാണ്. Those who know this song, sing with me. ഹല്ലേലൂയ. ഈ പാട്ട് കൂടേറിയ മറുയാത്രയിൽ ചേർന്ന് പാടാം. ദാഹത്താൽ നാവ് വരളുമ്പോൾ ആകാരിൻ പൈതലിൻ കരച്ചൽ കേട്ടവൻ
എന്നാൽ മദാഹം തീർത്തിടും. കൂടേറിയ മറുയാത്രയിൽ ദാഹത്താൽ എന്നാവ് വരളുമ്പോ ആകാരിൻ പൈതലിൻ കരച്ചൽ കേട്ടവൻ എന്നാൽ മദാഹം തീർത്തിടും. നീയൻ സ്വന്തം നീയൻ പക്ഷം നീരും വേളകളിൽ ആഴിയൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയെ കീഴിലോ നിൻ സാന്നിധ്യമരുളോ ബോധനേ. നീയൻ സ്വന്തം നീയൻ പക്ഷം നീരും വേളകളിൽ. Hallelujah. Let's all bow down our heads and pray. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Jesus said, blessed are they that mourn, for they shall be comforted. ഓ ദുഃഖിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് യേശു പറഞ്ഞു. Are you mourning tonight? ഇന്ന് രാത്രി കാലം നിങ്ങൾ ദുഃഖത്തിന്റെ We ask God, Lord, why this problem for me? ഇന്ന് രാത്രി കാലം കർത്താവേ എനിക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തോടെയാണോ എനിക്ക്? Lord, why this pain for me? എന്തുകൊണ്ടാണ് എനിക്ക് വേദന? Why this handicap for me? എന്തുകൊണ്ടാണ് എന്റെ ചേർന്നിൽ ബലഹീനത? Why when so many people got healed, why I didn't get healed? അനേകം സൗഖ്യം വന്നപ്പോൾ എന്തുകൊണ്ട് എനിക്ക് സൗഖ്യം കിട്ടിയില്ല? The Lord Jesus will give you the answer tonight. ഇന്ന് രാത്രി കാലം യേശു നിങ്ങൾക്ക് മറുപടി He hears your prayer. ഓ നിന്റെ ആ പ്രാർത്ഥനയ്ക്ക് Oh, dear brother, sister, സഹോദര സഹോദരി, God hears your prayer tonight. യേശു നിന്റെ പ്രാർത്ഥനകൾ He will heal you tonight. യേശു നിന്നെ He may touch സൗഖ്യമാക്കി. your body or your soul tonight. ഇന്ന് രാത്രി ഒന്നുകിൽ നിന്റെ ശരീരത്തെ അവൻ തൊടുമല്ലെങ്കിൽ നിന്റെ ആത്മാവിനെ Will you surrender your life in the hands of Jesus Christ ഇന്ന് tonight? രാത്രി കാലം യേശുവിന് വേണ്ടി നിന്റെ ജീവനെ സമർപ്പിച്ചു കൊടുക്കുക. Only the life of Jesus Christ will offer, will give the answers for all these tough questions. ഓ നിങ്ങൾക്ക് ഇതിന്റെ വലിയ ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ കഴിയുന്ന ഏക മനുഷ്യൻ യേശുവാണ്. Atheism will not give an answer. ഓ നിരീശ്വരവാദത്തിന് മറുപടി തരത്തില്ല. Only Jesus will give you the answer. യേശുവിനെ മറുപടി തരുവാൻ കഴിയുള്ളൂ. Oh, He will touch you tonight. അവൻ ഇന്ന് രാത്രി കാലം നിന്നെ സ്പർശിക്കാൻ. Shall we bow down our head and pray? അവൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. Will you say to the Lord tonight, Lord, I want to be healed. കർത്താവേ ഇന്ന് രാത്രി കാലം നീ എന്നെ സൗഖ്യമാക്കണം. Lord, I want to be healed. കർത്താവേ എന്നെ നീ സൗഖ്യമാക്കണം. Lord, you promised to comfort me. ഓ നീ എന്നെ ആശ്വസിപ്പിക്കാമെന്ന് വാക്ക് You പറഞ്ഞിട്ടുണ്ട്. promised, Lord, you promised.